ഈ കഥ നടക്കുന്നത് വർഷം 2029. നോട്ടിലസ് എന്നു പേരുള്ള ഒരു സ്പേസ് ഷിപ്പ് ഇപ്പൊ ബുധനിലേക്കുള്ള ഒരു യാത്രയിലാണ്. അതായത് സൂര്യന്റെ ഏറ്റവും അടുത്തുള്ള ഗ്രഹമായ മെർക്കുറിയിലേക്ക്. ആ സ്പേസ് ഷിപ്പിനകത്ത് 3 പേരാണുള്ളത്. ഈ ലേഡിയാണ് ഫ്ലൈറ്റ് എഞ്ചിനീയർ ആയ വിക്ടോറിയ. പിന്നെ ഫ്രണ്ടിലിരിക്കുന്ന 2 പേര്. അതിൽ ഈ തൊപ്പി വെച്ചവൻ പൈലറ്റ്, അവന്റെ പേര് ലീ. മറ്റവനാണ് കമാൻഡറായ മാർഷൽ. ഇപ്പൊ അവര് മെർക്കുറിയുടെ തൊട്ടടുത്തേക്ക് എത്തി. ഇനിയിപ്പോ അതിന്റെ ഓർബിറ്റിലേക്ക് കിടക്കണം. അതിനുള്ള ശ്രമങ്ങളാണ് മാർഷൽ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അയാളിപ്പോ ആ സ്പേസ് ഷിപ്പിന്റെ ത്രസ്റ്റേഴ്സ് ഒക്കെ ഓണാക്കി. അതിന് തുറന്നും വളരെ വേഗത്തിൽ ആ സ്പേസ് ഷിപ്പ് മുന്നോട്ട് കുതിച്ചു. ഇത്രയും സമയം ആ സ്പേസ് ഷിപ്പിന്റെ അകത്തെ ആർട്ടിഫിഷ്യൽ ഗ്രാവിറ്റി ഓൺ ആയിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് അവിടെ കൂളായിട്ട് ഇരിക്കാൻ പറ്റുന്നത്. ഇപ്പൊ മെർക്കുറിയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നതുകൊണ്ട് ഈ ആർട്ടിഫിഷ്യൽ ഗ്രാവിറ്റി അവർക്ക് ഡിസെൻഗേജ് ചെയ്യണം. വിക്ടോറിയ ഇപ്പം ആ കാര്യമാണ് ചെയ്യുന്നത്. അങ്ങനെ ആർട്ടിഫിഷ്യൽ ഗ്രാവിറ്റി ഓഫ് ആക്കി കഴിഞ്ഞപ്പം അതിനകത്ത് സാധനങ്ങളൊക്കെ ഇങ്ങനെ വായിൽ ഫ്ലോട്ട് ചെയ്യാൻ തുടങ്ങി. ആ ടാബ് ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ടല്ലേ. ഇത്രയും സമയം സ്പേസ് ഷിപ്പ് ഓട്ടോ പൈലറ്റ് മോഡിലായിരുന്നു. എന്നപ്പോൾ മെർക്കുറിയുടെ ഓർബിറ്റിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതിന്റെ കൺട്രോൾ മാനുവലായിട്ട് ഏറ്റെടുക്കണം. ലീ ആ പണി തുടങ്ങി. ഇനിയിപ്പോൾ സ്പേസ് ഷിപ്പിന്റെ കൺട്രോൾ അവന്റെ കൈകളിലാണ്. ഇതേസമയം തന്നെ വിക്ടോറിയ ഇരിക്കുന്ന ആ കമ്പ്യൂട്ടറിന് മുകളിലായിട്ടൊരു ഫോട്ടോ കാണാം. അവളും അവളുടെ ഹസ്ബൻഡും കൂടെ നിൽക്കുന്നതാണ്. ഒരു സയന്റിസ്റ്റ് ആയ അയാളുടെ പേര് ജെയിംസ്. അങ്ങനെ ലീയുടെ കൺട്രോളില് നോട്ടിലസ് എന്ന സ്പേസ് ഷിപ്പ് ബുധൻ ഇങ്ങനെ ചുറ്റി കറങ്ങാൻ തുടങ്ങി. ഇനി ഉടനെ തന്നെ അത് അതിന്റെ ഓർബിറ്റിലേക്ക് പ്രവേശിക്കും. ഇതുവരെ അവർ പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ പെട്ടെന്നാണ് ഒരു പണി കിട്ടിയത്. സൂര്യനിൽ നിന്നും ഒരു സോളാർ ഫ്ലെയർ അതിപ്പോ നേരെ മെർക്കുറിയിലേക്ക് വന്നു. അതും വളരെ മാസീവ് ആയിട്ടുള്ള ഒരെണ്ണം. അതോടുകൂടെ ആ സ്പേസ് ഷിപ്പിനകത്തെ ലൈറ്റ് ഒക്കെ ഓഫായി. അതിനിങ്ങനെ വാർണിംഗ് മെസ്സേജും വരുന്നുണ്ട്. ആർക്കും ഒന്നും മനസ്സിലായില്ല. എന്ത് പറ്റിയെന്ന് മാർഷൽ വിളിച്ചു ചോദിച്ചപ്പം വിക്ടോറിയ പറയുന്നത് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ സ്പൈക്ക് ഉണ്ടായെന്നാണ്. വളരെ വലിയൊരെണ്ണം. പക്ഷെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ സ്പേസ് ഷിപ്പിന് കുഴപ്പമൊന്നുമില്ല. കാരണം ഇതുപോലത്തെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാൻ പറ്റിയ രീതിയിലാണ് ഈ സ്പേസ് ഷിപ്പ് പണിതിരിക്കുന്നത്. ഈ സമയം ലീ നോക്കുമ്പോൾ 20 സെക്കൻഡിനകം ആ സ്പേസ് ഷിപ്പ് ബുധന്റെ ഓർബിറ്റിലേക്ക് കയറും. ഈ സമയം സൂര്യനിലേക്ക് നോക്കുകയാണെങ്കിൽ ശക്തമായിട്ടുള്ള സോളാർ ഫ്ലെയർ ആണ് അതിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആ വലിയൊരു പ്രകാശത്തില് സ്പേസ് ഷിപ്പിനകത്തിരിക്കുന്നവർക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല. എല്ലാവരുടെയും കണ്ണ് മഞ്ഞളിച്ചു പോയ അവസ്ഥ. അത് കാരണം അവർ വേഗം തന്നെ സ്പേസ് ഷിപ്പിന്റെ വിൻഡോസ് ഒക്കെ ക്ലോസ് ചെയ്തു. അതൊരു റേഡിയേഷൻ ഷീൽഡും കൂടെയാണ്. ഇപ്പൊ വിക്ടോറിയ കമ്പ്യൂട്ടറിൽ നോക്കുമ്പോൾ റേഡിയേഷൻ ലെവൽസ് ഒക്കെ നല്ല രീതിയിൽ കൂടുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ അവർക്ക് ഓർബിറ്റിലേക്ക് പ്രവേശിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഉടനെ തന്നെ അത് അബോർട്ട് ചെയ്യാനാണ് മാർഷൽ പറയുന്നത്. ലീ അതനുസരിക്കുകയും ചെയ്തു. അങ്ങനെ അവൻ പെട്ടെന്ന് തന്നെ സ്പേസ് ഷിപ്പ് കുറച്ച് സൈഡിലേക്ക് തിരിച്ചു. ഈ സമയം വിക്ടോറിയ ആണെങ്കിൽ സ്പേസ് ഷിപ്പിനകത്ത് ആർട്ടിഫിഷ്യൽ ഗ്രാവിറ്റി വീണ്ടും എൻഗേജ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. എന്നാൽ അവളെ കൊണ്ട് അതിന് പറ്റുന്നില്ല. ഒരു എറർ മെസ്സേജ് ആണ് കാണിക്കുന്നത്. മാത്രമല്ല നല്ല രീതിയിൽ ചൂട് കൂടുന്നുണ്ട്. കാന്തിക ശക്തിയും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം ലീ ആണെങ്കിൽ അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി സ്പേസ് ഷിപ്പിന്റെ വേഗത പരമാവധി കൂട്ടി. അതിങ്ങനെ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ആ സോളാർ ഫ്ലെയർ ആ സ്പേസ് ഷിപ്പിന്റെ പുറകെ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. റേഡിയേഷൻ ലെവലാണെങ്കിൽ മാക്സിമായി. ഈ സമയത്താണ് മറ്റൊരു കാര്യം സംഭവിച്ചത്. സൂര്യനിലുണ്ടായ പ്രതിഭാസം കാരണം മെർക്കുറിയിൽ ഇങ്ങനെ വിള്ളലുകൾ വീഴാൻ തുടങ്ങി. അതിനിടയിൽ സ്പേസ് ഷിപ്പ് ആണെങ്കിൽ മെർക്കുറിയുടെ അടുത്ത് നിന്നും പുറകിലേക്ക് പോരുകയും ചെയ്തു. എന്നാൽ അപ്പോഴേക്കും ആ സ്പേസ് ഷിപ്പിനകത്തെ സിസ്റ്റംസ് മൊത്തം ഫെയിലായി. അവർക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഭൂമിയിലേക്ക് ഒരു രീതിയിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഈ സമയത്താണ് ആ സ്പേസ് ഷിപ്പിനകത്ത് ചില പൊട്ടിത്തെറികളൊക്കെ നടന്നത്. അതിന് എഞ്ചിൻ ഫെയിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ എപ്പോൾ വേണമെങ്കിലും എഞ്ചിൻ ഓഫായി പോകും. എങ്കിലും അവിടുന്ന് രക്ഷപ്പെടാൻ ലീ അവനെ കൊണ്ടാവുന്ന രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. പെട്ടെന്നാണ് പിന്നെ ആ സ്പേസ് ഷിപ്പിനകത്ത് ഒരു പൊട്ടിത്തെറി നടന്നത്. ഇത്തവണ കുറച്ച് വലുതാണ്. അതോടുകൂടെ ആ സ്പേസ് ഷിപ്പ് ഇങ്ങനെ തല കുത്തനെ മറഞ്ഞു. ഈ സമയമാകുമ്പോഴേക്കും സൂര്യനിൽ നിന്നുള്ള സോളാർ ഫ്ലെയർ മെർക്കുറിയെ മൊത്തത്തിൽ അങ്ങോട്ട് കവർ ചെയ്തു. അതോടുകൂടെ മെർക്കുറി അതിന്റെ ഓർബിറ്റിൽ നിന്ന് തെറിച്ചുപോയി. അതിലിപ്പോൾ മൊത്തം വിള്ളൽ വീണിരിക്കുകയാണ്. ഇനി കാണിക്കുന്നത് വിക്ടോറിയയുടെ ഹസ്ബൻഡായ ജെയിംസ്. അവനിപ്പോൾ ഒരു മീറ്റിംഗിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവൻ സംസാരിക്കുന്നതിനെ കുറിച്ചൊക്കെ അപ്പുറത്തെ സ്ക്രീനിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ജീവിക്കുന്ന നമ്മുടെ യൂണിവേഴ്സ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. യൂണിവേഴ്സിൽ നടക്കുന്ന ഒരു കാര്യവും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ സൗരയൂഥത്തിൽ തന്നെ ആയിരക്കണക്കിന് ആസ്ട്രോയിഡ്സും കോമറ്റ്സും ഉണ്ട്. അതിൽ പലതും ഭൂമിക്ക് ഭീഷണിയുമാണ്. എപ്പോൾ വേണമെങ്കിലും അതൊക്കെ ഭൂമിയിൽ വന്ന് ഇടിക്കാൻ ചാൻസ് ഉണ്ട്. കഴിഞ്ഞ വർഷം ഒരു ഉൽക്ക ഭൂമിക്ക് അടുത്തൂടെ കടന്നുപോയി. 200 ഫീറ്റ് ഡയമീറ്റർ ഉണ്ടായിരുന്നു. അതിന് 40,000 മൈൽ വേഗതയും. ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക, നിങ്ങളുടെ തലയുടെ അടുത്തുകൂടെ ഒരു വെടിയുണ്ട കടന്നുപോയാൽ എങ്ങനെ ഉണ്ടാവും? ആ ഉൽക്കെങ്ങാനും ഭൂമിയിൽ വന്ന് വീണിരുന്നെങ്കിൽ ഒരു ഹൈഡ്രജൻ ബോംബ് പൊട്ടിത്തെറിക്കുന്ന പോലെ പൊട്ടിത്തെറിച്ചാണ്. പിന്നീട് ഉണ്ടാവേണ്ടിയിരുന്ന നാശനഷ്ടങ്ങളെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ ഭാഗ്യത്തിന് അങ്ങനെയൊന്നും സംഭവിച്ചില്ല. പക്ഷെ ഇനിയും ഇതുപോലത്തെ ഉൽക്കകൾ വരാനും സാധ്യതയുണ്ട്. നമുക്കിപ്പോൾ ഉള്ള സെറ്റപ്പ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 3 ദിവസത്തിന് മുമ്പായിരിക്കും ആ ഉൽക്ക വന്ന് ഇടിക്കാൻ പോകുന്നു എന്ന വാർണിംഗ് നമുക്ക് കിട്ടുക. പക്ഷെ 3 ദിവസത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യാനാണ്? എന്നാൽ നമുക്ക് മറ്റൊരു ടെക്നോളജി ഉണ്ട്. അതായത് ഇതുപോലെ വരുന്ന ഉൽക്കകളെ സ്പേസിൽ വെച്ചിട്ട് തന്നെ വഴി തിരിച്ചു വിടാനുള്ള ഒരു ടെക്നോളജി. പ്രോജക്ട് 7 എന്നാണ് അതിനെ പറയുന്നത്. അത് ഇതുവരെ കണ്ടെത്തിയിൽ വെച്ച് വളരെ പവർഫുൾ ആയ ഒരു അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ്. അത് വലിയൊരു ആസ്ട്രോയിഡ് പോലെ സ്പേസിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനെ ചുറ്റി ഒരു എനർജി ഫീൽഡ് ഉണ്ട്. ഇനിയിപ്പോൾ എത്ര വലിയ ആസ്ട്രോയിഡ് വന്നാലും ഈ ഒരു ടെക്നോളജിക്ക് അതിനെല്ലാം വഴിതിരിച്ചു വിടാൻ പറ്റും. പക്ഷെ പ്രശ്നം നമ്മുടെ ഗവൺമെന്റ് ആണ്. അവർ പ്രോജക്ട് 7 വേണ്ടി ഇപ്പൊ ഫണ്ട് ഇറക്കുന്നില്ല. അത് കാരണം ഈ പ്രോജക്റ്റ് ഓൺലൈൻ ആക്കാനും പറ്റുന്നില്ല. ആ ഒരു ടെക്നോളജി ഇപ്പോൾ സ്പേസിൽ തന്നെ നിൽക്കുകയാണ്. എത്രയും പെട്ടെന്ന് അത് ഓൺലൈൻ ആക്കിയേ പറ്റൂ.
പക്ഷെ ഞാനൊരാൾ വിചാരിച്ചത് നടക്കത്തില്ല. നിങ്ങളുടെ സപ്പോർട്ടും കൂടെ എനിക്ക് വേണം. നമ്മുടെ ഈ ഭൂമിയെ സംരക്ഷിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രൊജക്ട് 7 ഓൺലൈൻ ആക്കാൻ നിങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ നിങ്ങളും ശ്രമിക്കണം. നമ്മുടെ എല്ലാവരുടെയും ജീവിതം ഇതിനെ മാത്രം അപേക്ഷിച്ചിട്ടാണ് നിൽക്കുന്നത്. നമുക്ക് എല്ലാവർക്കും പ്രൊജക്ട് 7 വേണം എന്നൊരു ക്യാമ്പയിൻ തന്നെ നിങ്ങൾ ആരംഭിക്കൂ. നിങ്ങളെ കൊണ്ട് മാത്രമേ അത് പറ്റൂ. ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അയാൾ ആ മീറ്റിംഗ് അവസാനിപ്പിച്ചു. അങ്ങനെ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ജെയിംസ് അയാളുടെ സാധനങ്ങളൊക്കെ എടുക്കുമ്പോഴാണ് നോട്ടിലസിന്റെ മിഷൻ കൺട്രോളിൽ നിന്നും ഒരാൾ അങ്ങോട്ട് വന്നത്. അയാളിപ്പോൾ ജെയിംസിനോട് പറയുന്നത്, നിങ്ങൾക്ക് അറിയാലോ പ്രോട്ടോകോൾസ് ഒക്കെ, നമ്മുടെ മിഷനിൽ ഒരാൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഫാമിലി മെമ്പേഴ്സിന് ഉടൻ വിവരം അറിയിക്കണം. ഇന്ന് രാവിലെ മുതൽ നോട്ടിലസിലേക്ക് ഞങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നില്ല. അയാൾ അത്രയും പറഞ്ഞപ്പോൾ തന്നെ ജെയിംസിന് ടെൻഷനായി. വിക്ടോറിയ അപകടത്തിലാണല്ലോ. അതൊന്നും പറയാതെ അയാൾ വേഗം തന്നെ അവിടുന്ന് ഓടി. ജെയിംസ് നേരെ പോയത് അയാളുടെ വീട്ടിലേക്കാണ്. വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ അയാൾ ഫോൺ എടുത്ത് മിഷൻ കൺട്രോളിലേക്ക് വിളിച്ചു. എന്നാൽ ആരെയും കോള് കണക്ട് ആവുന്നില്ല. അതുകൊണ്ട് വേഗം തന്നെ അയാളുടെ കോട്ട് കൂരി വെച്ച് അയാൾ കമ്പ്യൂട്ടർ ഓണാക്കി. എന്നിട്ട് അയാൾ ആദ്യം ചെക്ക് ചെയ്യുന്നത് വിക്ടോറിയയുടെ മെയിലും വല്ലതും വന്നിട്ടുണ്ടോ എന്നാണ്. എന്നാൽ ഒരു മെയിലും വന്നിട്ടില്ല. ജെയിംസ് ആണെങ്കിൽ നല്ല ടെൻഷനിലുമാണ്. അങ്ങനെ ജെയിംസ് ഫോൺ എടുത്തിട്ട് അടുത്തായിട്ട് വിളിക്കുന്നത് സ്പിയർ എന്ന പേരുള്ള ഒരു റിസർച്ച് ഫെസിലിറ്റിയിലേക്കാണ്. അവിടെ വർക്ക് ചെയ്യുന്ന ഒരു ലേഡി ഉണ്ട്, ജെന്നിഫർ എന്നാണ് അവളുടെ പേര്. ജെയിംസിന്റെ ഫോൺ കണ്ടപ്പോൾ തന്നെ ജെന്നിഫർ പറയുന്നത്, നീ എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കുന്നത്? ഇതെങ്ങാനും ബോസ് എഡ്വാർഡ് അറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ ജോലി തന്നെ പോകും കേട്ടോ. അതൊക്കെ എനിക്ക് മനസ്സിലായി ജെന്നിഫർ. ഞാൻ വിക്ടോറിയയുടെ കാര്യം പറയാനാണ് വിളിച്ചത്. മിഷൻ കൺട്രോളിൽ നിന്നും നോട്ടിലസിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നില്ല എന്ന്. നിനക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാവോ? നോട്ടിലസിലേക്ക് കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നില്ല എന്നോ? അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഹൂസ്റ്റണിൽ നിന്ന് ഞങ്ങളെ വിളിക്കേണ്ടതാണല്ലോ. ഇതുവരെ വിളിച്ചിട്ടില്ല. അത് ചിലപ്പോൾ എന്തെങ്കിലും ഗ്ലിച്ച് ആയിരിക്കും. അവർക്ക് ഒരു കുഴപ്പം പറ്റിയിട്ടുണ്ടാവത്തില്ല. നീ സമാധാനത്തോടെ ഇരിക്കും. ഓക്കെ ജെന്നിഫർ, പക്ഷെ നിങ്ങൾ ഏത് നേരം ആകാശത്തേക്ക് നോക്കിയിരിക്കുന്ന ആൾക്കാരാണല്ലോ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ എന്നെ വിവരം അറിയിക്കണം. ജെയിംസ് അത്രയും കാര്യങ്ങൾ പറഞ്ഞു നിർത്തി കഴിയുമ്പോഴാണ് അവന്റെ കമ്പ്യൂട്ടറിൽ ഒരു മെസ്സേജ് വന്നത്. ഇതാ പ്രൊജക്ട് 7 നിന്നുള്ള ഒരു മെസ്സേജാണ്. അതിലെന്തൊക്കെയോ വാർണിംഗ് കാണിക്കുന്നു. അത് കണ്ടപ്പം അവന് ശരിക്കും ടെൻഷനായി. ഈ സമയം അപ്പുറത്ത് ജെന്നിഫർ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്ന്. അതേട്ട് ജെയിംസ് പറയുന്നത്, അല്ല ജെന്നിഫർ, നിങ്ങൾ സ്ഫിയറിൽ നിന്നും ആ പ്രൊജക്ട് 7 ആക്ടിവേറ്റ് ചെയ്തോ? നീ എന്താ ജെയിംസ് ഈ പറയുന്നത്? പ്രൊജക്ട് 7 ആക്ടിവേറ്റ് ചെയ്യേ? 3 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആ പ്രൊജക്ട് വേണ്ടാന്ന് വെച്ചല്ലേ? അതല്ല, എനിക്ക് പ്രൊജക്ട് 7 നിന്ന് കുറെ ഡാറ്റ സെൻഡ് ആയിട്ട് വന്നു. പ്രൊജക്ട് 7 നിന്ന് നിനക്ക് ഡാറ്റാസ് സെൻഡ് ആയിരുന്നോ? അപ്പൊ നീ വീണ്ടും അതിൽ പണി തുടങ്ങിയല്ലേ? നീ അത് ഓപ്പൺ ആക്കി അങ്ങനെ ആ എഡ്വേർഡ് അറിഞ്ഞു കഴിഞ്ഞാൽ അയാൾ നിന്നെ പിടിച്ച് ജയിലിലിടും കേട്ടോ. ആ കാര്യം നിനക്ക് അറിയാവുന്നല്ലേ? അതൊക്കെ എനിക്ക് അറിയാം ജെന്നിഫർ. ഞാൻ ഓപ്പൺ ചെയ്തതല്ല ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആയിട്ട് വന്നതാണ്. എന്തോ പ്രശ്നം നടക്കുന്നുണ്ട്. ജെയിംസ് അത്രയും പറഞ്ഞപ്പോഴേക്കും അവിടുത്തെ കറണ്ടും പോയി, കമ്പ്യൂട്ടർ ഓഫായി, ഫോണും കട്ടായി. ജെയിംസിന് ഒന്നും മനസ്സിലായില്ല. അതിനിടയിൽ അവൻ പ്രിന്ററിൽ നോക്കിയപ്പം എന്തോ ഡാറ്റ പ്രിന്റ് ആയി വന്നിട്ടുണ്ട്. അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പം അയാൾ ശരിക്കും ഞെട്ടിപ്പോയി. ഇല്ല, ഇങ്ങനൊന്നും സംഭവിക്കാൻ പാടില്ല എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് അയാൾ വേഗം തന്നെ ആ പേപ്പറുകളൊക്കെ എടുത്തിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ സ്പേസിലേക്ക് നോക്കി കഴിഞ്ഞാൽ ആ സോളാർ ഫ്ലെയർ ഭൂമിക്ക് നേരെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിലൊരു സാറ്റലൈറ്റ് കടന്നു പോകുന്നുണ്ടായിരുന്നു. അപ്പൊ സോളാർ ഫ്ലെയർ കാരണം ആ സാറ്റലൈറ്റ് അങ്ങോട്ട് താഴ്ന്നുപോയി. അതിനെ തുടർന്ന് വളരെ പെട്ടെന്ന് തന്നെ സോളാർ ഫ്ലെയർ ഇപ്പോൾ ഭൂമിയിലേക്ക് എത്തി. അവിടെ ഫീൽഡിലായിട്ട് ഒരു ട്രാക്ടർ ഉണ്ടായിരുന്നു. അത് മുകളിലേക്ക് ഉയർന്നതിന് ശേഷം തലയും കുത്തി താഴേക്ക് വീണു. അടുത്തായിട്ട് ആ സോളാർ ഫ്ലെയർ പോകുന്നത് കായലിന് കുറുകെയുള്ള ഒരു പാലത്തിന്റെ അടുത്തേക്കാണ്. ആ പാലത്തിലായിട്ട് നിറയെ വാഹനങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ആ എനർജി അതിലെ കടന്നുപോയപ്പം വാഹനങ്ങളെല്ലാം ഡാമേജ് ആയി. അങ്ങനെ ഈ സംഭവങ്ങൾ അറിഞ്ഞതിന് ശേഷം ഇപ്പൊ ആ സ്ഫിയർ എന്ന ഫെസിലിറ്റിയിൽ ഒരു മീറ്റിംഗ് കൂടിയിരിക്കുകയാണ്. ജെന്നിഫറും ഉണ്ട് അവിടെ, എഡ്വാർഡും ഉണ്ട് അവിടെ, പിന്നെ വേറൊരു ലേഡിയും ഉണ്ട്. ജെന്നിഫർ കാര്യങ്ങളൊക്കെ വിശദീകരിക്കാൻ തുടങ്ങി. വളരെ ശക്തമായിട്ടുള്ള ഒരു സോളാർ ഫ്ലെയർ ആണ് ഇപ്പോൾ ഭൂമിയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. അത് കാരണം ഗവൺമെന്റിന്റെ മുഴുവൻ സാറ്റലൈറ്റ് അടിച്ചുപോയി. ഇനിയിപ്പോൾ ബാക്കിയുള്ളത് നമ്മളുടേത് മാത്രമാണ്. പക്ഷെ അതല്ല പ്രശ്നം. ഒരു 5 മിനിറ്റ് മുമ്പ് എടുത്ത സൂര്യന്റെ ചിത്രങ്ങളാണിത്. നിങ്ങളിത് നോക്കിക്കേ, ഒരു കറുത്ത സ്പോട്ട് കണ്ടില്ലേ? അത് മെർക്കുറിയാണ്. അത് അതിന്റെ ഓർബിറ്റിൽ നിന്ന് മൂവ് ആയിരിക്കുന്നു. ജെന്നിഫർ ആ കാര്യം പറഞ്ഞപ്പം മെർക്കുറി മൂവ് ആയിരുന്നോ? എന്നാൽ പിന്നെ അതിന്റെ കാരണം കണ്ടുപിടിക്കി, അതിന് ഭൂമിക്ക് നേരെയാണോ വരുന്നത് എന്നൊക്കെ വേഗം ചെക്ക് ചെയ്തേ എന്നും പറഞ്ഞിട്ട് എഡ്വാർഡ് അവിടുന്ന് പോയി. ഇനിയിപ്പോൾ നോട്ടിലസ് എന്ന സ്പേസ്ഷിപ്പിലേക്ക് നോക്കി കഴിഞ്ഞാൽ അതിപ്പോൾ മെർക്കുറിയുടെ തൊട്ടടുത്തായിട്ടാണ് നിൽക്കുന്നത്. അതിനിപ്പോൾ പവർ ഒന്നുമില്ല. വിക്ടോറിയ ഇപ്പോൾ അവിടെ നിന്ന് എഴുന്നേറ്റു. അവൾ ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് നോക്കുമ്പോൾ മാർഷലിന് കുഴപ്പമൊന്നുമില്ല. എന്നാൽ ലീയെ ചെക്ക് ചെയ്തപ്പം ലീ മരിച്ചു. അവന്റെ മുഖമൊക്കെ കരിഞ്ഞുപോയി. അങ്ങനെ അവനെ പരിശോധിക്കുമ്പോഴാണ് അപ്പുറത്തുനിന്ന് ഒരു അലാറം അടിക്കുന്നത്. അതിനെ തുടർന്ന് അത് പരിശോധിക്കാൻ വേണ്ടി വിക്ടോറിയ അങ്ങോട്ട് പോയി. ഇതേസമയം ജെന്നിഫർ ആണെങ്കിൽ എഡ്വാർഡിനെയും കൂട്ടി വീണ്ടും ഒരു മീറ്റിംഗ് കൂട്ടിയിരിക്കുകയാണ്. അവൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെർക്കുറി ഇപ്പം ഭൂമിയിൽ നിന്നും 5 ലക്ഷം മൈൽ അകലെയാണ്. അതായത് ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള ഇരട്ടി ദൂരം. ഇത്രയും ദൂരത്തിലാണെങ്കിലും മെർക്കുറിക്ക് ഭൂമിയെ സ്വാധീനിക്കാൻ കഴിയും. മാക്സിമം അളവ് പോയി കഴിഞ്ഞാൽ വലിയ തിരമാലകൾ ഉണ്ടായേക്കാം. ചെറിയ അളവിലാണെങ്കിൽ നമുക്കിവിടെ ഇലക്ട്രിക്കൽ ഡിസ്റ്റർബൻസ് ഉണ്ടായേക്കാം. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യ്, ഡിഫൻസിന് വേഗം കാര്യം അറിയിക്കി, എഡ്വാർഡ് പറഞ്ഞു. അതൊക്കെ ചെയ്യാം സാർ. വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഹോസ്റ്റലിലെ മിഷൻ കൺട്രോളിൽ വിളിച്ചു. അവർക്ക് ഇതുവരെയായിട്ടും നോട്ടിലസിലേക്ക് ഒരു കണക്ഷൻ കിട്ടിയിട്ടില്ല. നോട്ടിലസിന്റെ കാര്യം എന്തിനാണ് നമ്മൾ നോക്കുന്നത്? അവർ സ്പേസിലല്ലേ? അത് തന്നെയാണ് സാർ ഞാനും പറയുന്നത്. അവർ സ്പേസിലല്ലേ? അവരുമായിട്ടൊരു കണക്ഷൻ കിട്ടിയാൽ എന്താണ് അവിടെ നടക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും. ജെന്നിഫർ അത് പറഞ്ഞപ്പം എന്നാൽ പിന്നെ അതിനു വേണ്ടുള്ള കാര്യങ്ങൾ ചെയ്യും. പക്ഷെ ഒരു കാരണവശാലും ജെയിംസിനെ ഇതിനകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്യരുത് എന്നും പറഞ്ഞിട്ട് അയാൾ വെളിയിലേക്ക് പോയി. ഇതേ സമയം തന്നെ ജെയിംസ് ആണെങ്കിൽ അവന്റെ കാറും എടുത്ത് അവന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ന്യൂസൊക്കെ അറിയാൻ വേണ്ടി അയാൾ കാറിൽ റേഡിയോ ഓണാക്കി. പക്ഷെ അതിൽ സംസാരിക്കുന്നൊക്കെ കട്ടായിട്ടാണ് കേൾക്കുന്നത്. ആ റേഡിയോയിൽ പറയുന്നത് ലോകം മൊത്തത്തിൽ ഒരു പവർ ഫെയിലർ ഉണ്ടായിരിക്കുകയാണ്.
സാറ്റലൈറ്റ്സ് ഒക്കെ ഡിസേബിൾ ആയി. ഇത് കാരണം വിമാനങ്ങളൊന്നും തന്നെ ഇനി പുറപ്പെടുന്നതല്ല. മാത്രമല്ല ഗ്ലോബലി ഉള്ള കമ്മ്യൂണിക്കേഷൻ മൊത്തം കട്ടാവാനും ചാൻസ് ഉണ്ട്. ഇനി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കഴിയുന്ന പോലെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും എന്നൊക്കെയാണ് ആ റേഡിയോയിൽ പറയുന്നത്. ഇതേസമയം തന്നെ ആ സ്പേസ്ഷിപ്പ് ആണെങ്കിൽ അവിടെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അതിനിടയിൽ വിക്ടോറിയ മാർഷലിന്റെ അടുത്ത് വന്നു. എന്നോട് പറയുന്നത് ഷിപ്പിൽ ഓക്സിജന്റെ കാര്യമൊക്കെ ഞാൻ റെഡിയാക്കി, പക്ഷെ ഇതിനകത്തുള്ള മുഴുവൻ കാര്യങ്ങളും ഡാമേജ് ആയിരിക്കുകയാണ്. കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും നാവിഗേഷൻ സിസ്റ്റം ഒന്നും വർക്കാവുന്നില്ല. അതൊക്കെ ഓക്കെ അല്ലെ, എന്താണ് നമ്മളെ വന്ന് ഇടിച്ചത്? മാർഷൽ അത് ചോദിച്ചപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സോളാർ ഫ്ലെയർ ആയിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തത്, പക്ഷെ വളരെ വലുതായിരുന്നു. ഇപ്പൊ എല്ലാ കാര്യങ്ങളും തെറ്റായിട്ടാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്, ഒന്നും മനസ്സിലാവാത്ത അവസ്ഥ. അത് കേൾക്കുമ്പോൾ ഓക്കെ അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ, ഇപ്പൊ നമ്മുടെ പ്രശ്നം കമ്മ്യൂണിക്കേഷനും നാവിഗേഷനുമാണ്. ആദ്യം നമ്മളിപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന് കണ്ടുപിടിക്കണം. നാവിഗേഷന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, നീ എങ്ങനെയെങ്കിലും ഭൂമിയിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്ക് എന്നും പറഞ്ഞിട്ട് മാർഷൽ അവൾ അപ്പുറത്തേക്ക് പറഞ്ഞു വിട്ടു. ഈ സമയമാകുമ്പോഴേക്കും ജെയിംസ് അവന്റെ ഫ്രണ്ടിന്റെ ഒബ്സർവേറ്ററിയിലേക്ക് എത്തി. ഈ ഫ്രണ്ടിന്റെ പേര് മാത്യു. അവൻ നേരത്തെ പ്രിന്റ് എടുത്ത റീഡിങ്സ് ഉണ്ടല്ലോ, അതൊക്കെ മാത്യുവിനെ കാണിച്ചു കൊടുത്തതിന് ശേഷം ജെയിംസ് പറയുന്നത് സ്പേസിൽ എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്, അതിന്റെ റീഡിങ്സ് ആണിത്, നീ ഇതൊന്ന് ചെക്ക് ചെയ്തേ, എന്നിട്ട് ഇത് കാരണം നോട്ട്ലെസ്സിന് എന്തെങ്കിലും കുഴപ്പം പറ്റുമോ നോക്ക്. മാത്യു ഉടനെ തന്നെ ആ പേപ്പറുകൾ മേടിച്ചു. എന്നിട്ട് അത് പരിശോധിക്കുന്നതിനിടയിൽ പറയുന്നത് ഇന്ന് രാവിലെ വളരെ വലിയൊരു സോളാർ ഫ്ലെയർ ഭൂമിയിൽ ഹിറ്റ് ചെയ്തായിരുന്നു, പക്ഷെ അത് കാരണം നോട്ട്ലെസ്സിന് കുഴപ്പമൊന്നും പറ്റത്തില്ല എന്നും പറഞ്ഞിട്ട് അവനത് പരിശോധിച്ചു. എന്നാൽ ഈ സമയം ജെയിംസ് പറയുന്നത് ഇതിന്റെ റീഡിങ്സ് കണ്ടിട്ട് ഇതൊരു സോളാർ ഫ്ലെയറിന്റേതാണെന്ന് എനിക്ക് തോന്നുന്നില്ല, ഇത് മാഗ്നറ്റിക് സിഗ്നേച്ചർ ആണ്. ജെയിംസ് അത് പറഞ്ഞു കഴിഞ്ഞപ്പം ആ പേപ്പർ പരിശോധിച്ചതിൽ നിന്ന് അത് ശരിയാണ് എന്ന് മാത്യുവിനും മനസ്സിലായി. അവന്റെ മുഖത്ത് ആ പേടി പ്രകടമാണ്. ഈ സമയം സ്പേസ്ഷിപ്പിലാണെങ്കിൽ വിക്ടോറിയ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ശരിയാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനിടയിൽ മാർഷൽ ആണെങ്കിൽ നാവിഗേഷൻ സിസ്റ്റവും. അവന് തീരെ വയ്യാണ്ടായിരിക്കുന്നു, നല്ല തലവേദന. ആ അവസ്ഥയിലാണെങ്കിലും അവൻ വിക്ടോറിയോട് ചോദിക്കുന്നുണ്ട് നിനക്ക് കണക്ഷൻ കിട്ടിയോന്ന്. ഈ സമയം വിക്ടോറിയ പറയുന്നത് ചെറിയൊരു കണക്ഷൻ കിട്ടുന്നുണ്ട്, പക്ഷെ അത് കൺട്രോൾ റൂമിലേക്കാണോ എന്ന കാര്യം ഉറപ്പില്ല എന്നാണ് അവള് പറയുന്നത്. ഇനി കാണിക്കുന്നത് 2 കോളേജ് സ്റ്റുഡൻസ്. ഈ പയ്യന്റെ പേര് ക്രിസ്റ്റഫർ, അവളുടെ പേര് ബ്രൂക്ക്. ഇപ്പൊ വിക്ടോറിയ വിളിച്ച കോള് ഇവരുടെ ഡിവൈസിലേക്കാണ് കണക്ട് ആയിരിക്കുന്നത്. എന്നാൽ സ്പേസിൽ നിന്നാണ് വിളിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ അത് ഉടായിപ്പാണോ എന്നാണ് പിള്ളേർ ചിന്തിക്കുന്നത്. നോട്ട്ലെസ് സ്പേസിലേക്ക് പോയിട്ടുണ്ട് എന്ന കാര്യം ഇവർക്ക് അറിയാം, പക്ഷെ സ്പേസിൽ നിന്ന് അങ്ങനെ ഒരാൾ ഇവരെ കണക്ട് ചെയ്യും, അതാണ് അവരുടെ സംശയം. എന്നാൽ വിക്ടോറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കത് വിശ്വാസമായും ചെയ്തു. എന്നാൽ അപ്പോഴേക്കും അവരുടെ ഡിവൈസിന്റെ ബാറ്ററി തീർന്നു. അതുകൊണ്ട് അത് ചാർജ് ചെയ്യാൻ വേണ്ടി അവർ വേഗം തന്നെ അവരുടെ കാറിലേക്ക് ഓടി. ഈ സമയം ജെയിംസും മാത്യുവും സ്പേസിൽ നടക്കുന്ന കാര്യം കണ്ടെത്താനുള്ള ശ്രമത്തിൽ തന്നെയാണ്. മാത്യുവിന് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി. അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മില്ലി സെക്കൻഡ് നേരത്തേക്ക് നമ്മുടെ സൂര്യൻ ഒരു മാഗ്നറ്റാർ ആയിട്ട് മാറി. ഈ മാഗ്നറ്റാർ എന്ന് പറയുന്നത് വളരെ റെയർ ആയിട്ടുള്ള ഒരു ന്യൂട്രോൺ സ്റ്റാർ ആണ്. യൂണിവേഴ്സിൽ തന്നെ ഏറ്റവും ശക്തിയായിട്ടുള്ള കാന്തിക ശക്തി അടങ്ങിയിരിക്കുന്നത് ഇതിനകത്താണ്. അവനത് പറഞ്ഞപ്പം ജെയിംസ് ശരിക്കും ഞെട്ടിപ്പോയി. ഈ സമയത്താണ് പുറത്തൊരു ശബ്ദം കേൾക്കുന്നത്. അതിനെ തുറന്ന് അവർ വേഗം വെളിയിലേക്ക് ഓടി. നോക്കുമ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകാശത്ത് നിന്ന് കുറെ ഉൽക്കകൾ കൂട്ടത്തോടെ ഭൂമിയിലേക്ക് വന്ന് വീണുകൊണ്ടിരിക്കുകയാണ്. അത് കാണുമ്പോൾ മാത്യു ശരിക്കും ഞെട്ടിപ്പോയി. ഇങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഇത്രയും ഉൽക്കകളൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് മുൻകൂട്ടി കാണാൻ പറ്റിയേനെ എന്നാണ് അവൻ പറയുന്നത്. അതേക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ അത് ഉൽക്കകൾ അല്ലെങ്കിലോ എന്നാണ് ജെയിംസ് ചോദിക്കുന്നത്. എന്നാൽ പിന്നെ അത് വീണ സ്ഥലത്തേക്ക് പോയിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവർ വേഗം വണ്ടിയിലേക്ക് കയറി. ഈ സമയം സ്പേസ് ഷിപ്പിനകത്ത് വിക്ടോറിയ അവളുടെ പണിയിലാണ്. അതിനിടയിലാണ് മാർഷൽ അവളെ വിളിക്കുന്നത്. അയാളിപ്പോൾ പറയുന്ന കാര്യം അവളെ ഞെട്ടിച്ചു കളഞ്ഞു. ഇവരുടെ ഷിപ്പിന്റെ എഞ്ചിന് ഇപ്പോൾ ഓഫായി കിടക്കാണ്, എങ്കിലും അതെങ്ങനെയോ ആക്സലറേറ്റ് ആവുന്നുണ്ട്. ആ കാര്യം പറയുമ്പോൾ എന്നാൽ പിന്നെ ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് അവൾ അവിടേക്ക് ചെക്ക് ചെയ്യാൻ തുടങ്ങി. ഇതേസമയം ജെയിംസും മാത്യുവും ആ ഉൽക്ക വന്ന് വീണ സ്ഥലത്തേക്ക് എത്തി. എന്നാൽ നോക്കുമ്പോൾ പിന്നെയും ഉൽക്കകൾ ആകാശത്ത് ഇങ്ങനെ വന്ന് വീണുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ക്രിസ്റ്റഫറും ബ്രൂക്കും അവരുടെ കാറിന്റെ ബോണറ്റിൽ ആ ഡിവൈസ് വെച്ച് വിക്ടോറിയയുമായിട്ടുള്ള ഒരു കണക്ഷൻ കിട്ടാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ഒരു ഉൽക്ക അവരുടെ അടുത്തും വന്ന് വീഴുന്നത്. മുകളിലേക്ക് നോക്കിയപ്പോൾ പിന്നെയും ഉൽക്ക വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടതും അവർ വേഗം തന്നെ കാറിനകത്ത് കയറി. അങ്ങനെ ഉൽക്കകൾ വന്ന് വീഴുന്ന കണ്ട് ജെയിംസും മാത്യു അവിടെ ഓടാൻ തുടങ്ങി. അവരുടെ നേരെ പുറകിലൊക്കെ വന്ന് വീഴുന്നുണ്ട്. എന്നാൽ നിർത്താതെ ഓടിയത് കൊണ്ട് അവർക്ക് കുഴപ്പമൊന്നും പറ്റിയില്ല. പിന്നീട് കുറെ നേരത്തേക്ക് അങ്ങോട്ട് ഈ ഉൽക്കകൾ വന്ന് വീഴുന്നതാണ് കാണിക്കുന്നത്. 2 ടീമും, അതായത് ജെയിംസും മാത്യുവും അവരുടെ കാറിന്റെ അപ്പുറത്തേക്ക് പതുങ്ങിയെന്നു, ക്രിസ്റ്റഫറും ബ്രൂക്കും അവരുടെ കാറിന്റെ അകത്ത് പതുങ്ങിയിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പം ഉൽക്കകൾ വന്ന് വീഴുന്ന നിൽക്കുകയും ചെയ്തു. അങ്ങനെ അതെല്ലാം ഒന്ന് അടങ്ങിക്കഴിഞ്ഞ് മാത്യു നോക്കുമ്പോൾ അവരുടെ കാറിന്റെ പുറകിലായിട്ട് ഈ ഉൽക്ക വീണതിനെ തുറന്ന് ചെറിയൊരു കുഴി ഉണ്ടായിരിക്കുന്നു. ഈ സമയം തന്നെ ആ സ്പേസ്ഷിപ്പ് ആണെങ്കിൽ മെർക്കുറിയുടെ അടുത്തേക്കാണ് ആക്സലറേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ മാർഷലും വിക്ടോറിയയും അവരുടെ പണിയിലാണ്. മാർഷലിന് ഇപ്പൊ കാര്യം മനസ്സിലായി. അവനിപ്പോ വിക്ടോറിയോട് പറയുന്നത് മെർക്കുറി അതിന്റെ ഓർബിറ്റിൽ നിന്ന് പുറത്തു കടന്നു, മാത്രമല്ല നമ്മുടെ ഷിപ്പിനെ അതിപ്പോ പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതുവരെ മെർക്കുറിയുടെ ഗ്രാവിറ്റിയിലേക്ക് പ്രവേശിച്ചിട്ടില്ല, പിന്നെ എങ്ങനെയാണ് അത് നമ്മളെ പിടിച്ച് വലിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ പണിയാണ്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ ഷിപ്പ് ഇവിടുന്ന് മാറ്റണം എന്നും പറഞ്ഞിട്ട് അയാൾ വേഗം ആ ഷിപ്പിന്റെ റിവേഴ്സ് ത്രസ്റ്റർ ഓണാക്കി. അതോടുകൂടെ ആ ഷിപ്പ് ഒന്ന് സ്റ്റോപ്പായി എന്നിട്ട് പതുക്കെ പുറകിലേക്ക് വരാണ്. അതിനിടയിൽ വിക്ടോറിയ ആണെങ്കിൽ ക്രിസ്റ്റഫറിനെയും ബ്രൂക്കിനെയും കോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ ആ കോള് കണക്ട് ആയി. അതിനെ തുടർന്ന് വിക്ടോറിയ ചോദിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഹൂസ്റ്റണിലെ കൺട്രോൾ റൂമിലേക്ക് പോകാൻ പറ്റുമെന്നാണ്. അതേക്കുമ്പോൾ ഹൂസ്റ്റണിലേക്കോ? അത് ഇവിടുന്ന് ഒരുപാട് ദൂരെയാണ്, ഞങ്ങളിപ്പോൾ ഒറിഗോൺ എന്ന സ്ഥലത്താണ് നിൽക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. ഓ, ഒറിഗോണിലാണല്ലേ, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, അവിടെ അടുത്തായിട്ട് സ്പിയർ എന്ന പേരിൽ ഒരു ഫെസിലിറ്റി ഉണ്ട്. നിങ്ങൾ അവിടേക്ക് ചെന്ന് കഴിഞ്ഞാൽ ജെന്നിഫർ എന്ന് പറഞ്ഞ ഒരു ലേഡിയെ കാണാം. നിങ്ങൾ അവളുടെ അടുത്ത് നിന്നൊരു കാര്യം പറഞ്ഞാൽ മതി, എത്രയും പെട്ടെന്ന് ആയിക്കോട്ടെ. വിക്ടോറിയ അത് പറഞ്ഞു കഴിഞ്ഞപ്പം ഓക്കെ എന്നും പറഞ്ഞിട്ട് അവർ വേഗം കോള് കട്ട് ചെയ്ത് കാർ സ്റ്റാർട്ട് ചെയ്തു.
ഈ സമയം ജെയിംസും മാത്യുവും ആ ഉൽക്കയുടെ ഒരു കഷ്ണം എടുത്തോണ്ട് വന്നിട്ട് അതെന്താണെന്ന് പരിശോധിക്കുകയാണ്. ആ ഒരു പരിശോധനയിൽ മാത്യുവിന് ഒരു കാര്യം മനസ്സിലായി. ആ ഒരു കഷ്ണം മെർക്കുറിയുടേതാണ്. അപ്പൊ അവന്റെ കയ്യിൽ ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്. അതിപ്പോ ആ ഉൽക്കയിലേക്ക് ഒട്ടിപ്പിടിക്കാനും തുടങ്ങി. അതായത് ഉൽക്കയുടെ ആ കഷ്ണം കാന്തത്തിന്റെ സ്വഭാവമാണ് കാണിക്കുന്നത്. അത് കാണുന്ന ജെയിംസ് പറയുന്നത് ഇത് സാധാരണ ഒരു കഷ്ണമല്ല, മാഗ്നറ്റൈസ് ആയിട്ടുള്ള ഒരു കഷ്ണമാണ്. അതേക്കുമ്പോൾ അത് തന്നെയാണ് ഞാനും പറയാൻ വന്നത്. സൂര്യനിൽ നിന്നുള്ള മാഗ്നറ്റാർ വേവ്സ് അടിച്ചതുകൊണ്ടാണ് ഈ കഷ്ണത്തിന് കാന്തിക ശക്തി കിട്ടിയിരിക്കുന്നത്. ഇപ്പൊ ഒരുപാട് കഷ്ണങ്ങൾ വേറെയും വന്ന് വീണിട്ടുണ്ടല്ലോ. മെർക്കുറിയിലേക്ക് ആ മാഗ്നറ്റാർ വേവ്സ് അടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയായിരിക്കും ഈ കഷ്ണങ്ങൾ വന്ന് വീണത്? അതെത്ര ആലോചിച്ചിട്ട് അവർക്ക് പിടുത്തം കിട്ടുന്നില്ല. ഈ സമയം തന്നെ മാർഷലാണെങ്കിൽ വളരെ കഷ്ടപ്പെട്ട് ആ ഷിപ്പ് റിവേഴ്സ് എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മെർക്കുറി നല്ല ശക്തിയായിട്ട് പിടിച്ച് വലിക്കുന്നതുകൊണ്ട് എത്ര സമയം അതും കൊണ്ട് പിടിച്ചെടുക്കാൻ പറ്റും എന്ന കാര്യത്തിലേക്ക് ഒരു ഉറപ്പുമില്ല. അതിനിടെ സംശയം ക്ലിയർ ചെയ്യാൻ വേണ്ടി ജെയിംസും മാത്യുവും വേഗം തന്നെ ഒരു ടെലിസ്കോപ്പ് എടുത്തു. എന്നിട്ട് അതിലൂടെ അവർ നോക്കുന്നത് മെർക്കുറിയാണ്. എന്നാൽ നോക്കിയപ്പോൾ അവർ ഞെട്ടിപ്പോയി. മെർക്കുറിയെ അതിന്റെ ഓർബിറ്റിൽ കാണുന്നില്ല. ഈ സമയം മാർഷലാണെങ്കിൽ വളരെ കഷ്ടപ്പെട്ട് ആ സ്പേസ് ഷിപ്പ് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇനിയിപ്പോൾ ഉടനെ തന്നെ ആ സ്പേസ് ഷിപ്പ് ഇങ്ങോട്ട് ഫ്ലിപ്പ് ചെയ്യണം, എന്നിട്ട് മെയിൻ എഞ്ചിൻ ഓൺ ആക്കണം, അല്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടും. പക്ഷെ അയാളെ കൊണ്ട് ഒറ്റയ്ക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല. വിക്ടോറിയ അയാളെ സഹായിച്ചേ പറ്റും. എന്നാൽ വിക്ടോറിയയ്ക്കാണെങ്കിലോ പൈലറ്റിന്റെ ഒരു എക്സ്പീരിയൻസും ഇല്ല. എന്നാൽ ഈ ഒരു അവസരത്തിൽ അവർക്ക് സഹായിക്കാതിരിക്കാനും പറ്റത്തില്ല. അങ്ങനെ രണ്ടുപേരും കൂടെ പണി തുടങ്ങി. കുറെ നേരം മെനക്കെട്ട് അവർ ആ സ്പേസ് ഷിപ്പ് പുറത്തേക്ക് തിരിച്ചു. അതിനെ തുടർന്ന് അതിന്റെ മെയിൻ എഞ്ചിൻ ഓണാക്കി കഴിഞ്ഞപ്പോൾ സ്പേസ് ഷിപ്പ് സ്റ്റേബിളായി. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ തൽക്കാലം സോൾവ് ആയി കഴിയുമ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി മാർഷൽ അവിടെ നിന്ന് എഴുന്നേറ്റു. എന്നാൽ എഴുന്നേറ്റതും അയാൾ തളർന്ന് താഴേക്ക് വീണു. ഈ സമയം തന്നെ ക്രിസ്റ്റഫറും ബ്രൂക്കും ആ സ്പിയർ എന്ന ഫെസിലിറ്റിയിലേക്ക് എത്തി. എന്നിട്ട് സെക്യൂരിറ്റിന്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു. എത്രയും പെട്ടെന്ന് അവർക്ക് ജെന്നിഫറിനെ കാണണം. എന്നാൽ സെക്യൂരിറ്റി ഒന്നും വിശ്വസിക്കുന്നില്ല. നിങ്ങൾ അകത്തേക്ക് കയറ്റി വിടാൻ പറ്റത്തില്ല എന്നാണ് അയാൾ പറയുന്നത്. ഈ സമയം വിക്ടോറിയ ആണെങ്കിൽ അവിടെ തളർന്നു വീണ മാർഷലിന്റെ അടുത്തേക്ക് പോയി. എന്നാൽ അവള് നോക്കുമ്പോൾ അയാൾ മരിച്ചു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് അവള് വേഗം തന്നെ അയാളുടെ ബോഡി എടുത്തിട്ട് ഒരു ബാഗിലേക്ക് പാക്ക് ചെയ്തു. ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് അവർക്ക് ഒരു ഐഡിയയും ഇല്ല. ഈ സമയം തന്നെ ജെയിംസും മാത്യുവും ഇപ്പൊ കാര്യങ്ങളൊക്കെ അറിയിക്കാൻ വേണ്ടി ജെന്നിഫറിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ജെയിംസ് ആണെങ്കിൽ നല്ല വിഷമത്തിലാണ് വിക്ടോറിയയുടെ കാര്യം ആലോചിച്ചിട്ട്. അത് മനസ്സിലായതുകൊണ്ട് തന്നെ മാത്യു ഓരോന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ തുടങ്ങി. എന്റെ പൊന്നു ജെയിംസെ, നീ ഇങ്ങനെ വിഷമിക്കല്ലേ. മെർക്കുറി അങ്ങനെ പെട്ടെന്ന് അപ്രത്യക്ഷമായതൊന്നുമല്ല. അത് അതിന്റെ ഓർബിറ്റിൽ നിന്ന് മാറിപ്പോയതാണ്. അതിന്റെ കാര്യമൊക്കെ നമുക്ക് റെഡിയാക്കാം. പിന്നെ ഈ ഒരു കാര്യം കൊണ്ട് വിക്ടോറിയക്കൊന്നും പറ്റിയിട്ടുണ്ടാവത്തില്ല. അതോർത്ത് നീ വിഷമിക്കേണ്ട എന്നൊക്കെയാണ് മാത്യു പറയുന്നത്. അതേക്കെന്ന് ജെയിംസ് പറയുന്നത്, പൊന്നു മാത്യു, അവളിപ്പോ മെർക്കുറിയിലേക്ക് ലാൻഡ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. എന്നാൽ മെർക്കുറിയുടെ അവസ്ഥയോ അതിന്റെ കഷ്ണങ്ങളൊക്കെ ഭൂമിയിലേക്ക് വന്ന് വീണോണ്ടിരിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് ഞാൻ സമാധാനിക്കേണ്ടത് എന്നാണ് അവന്റെ ചോദ്യം. അവൻ അത് പറഞ്ഞപ്പം മാത്യു പിന്നെ ഒന്നും പറയുന്നില്ല. അങ്ങനെ അവരുടെ കാർ അവിടുന്ന് പാസ് ചെയ്ത് കഴിഞ്ഞപ്പം അവിടെ മറ്റൊരു കാർ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പെട്ടെന്ന് ഓട്ടോമാറ്റിക്കായിട്ട് മൂവ് ആയി. മാത്രമല്ല അവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ ഇങ്ങനെ വളയാൻ തുടങ്ങി. പിന്നെ മറ്റൊരു ഭാഗത്തൊരു വേസ്റ്റ് ബിൻ വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു മെറ്റലിന്റെ വേസ്റ്റ് ബിൻ. അതിപ്പോ തെറിച്ചുപോയി. കൂടാതെ അവിടുത്തെ സീവേജിന്റെ ഒരു അടപ്പുണ്ട്, അതും തെറിച്ചുപോയി. ഈ സമയം ക്രിസ്റ്റഫറും ബ്രൂക്കും കൂടെ ആ സ്പേസ് ഷിപ്പിലെ വിക്ടോറിയ വിളിച്ചു. എന്നിട്ട് അവർ സെക്യൂരിറ്റി കടത്തിവിടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതേക്കുന്ന വിക്ടോറിയ പറയുന്നത്, എന്നാൽ പിന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് എന്റെ ഹസ്ബൻഡായ ജെയിംസിനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞ് അവൾ വീടിന്റെ അഡ്രസ്സ് പറഞ്ഞു കൊടുത്തു. ഇതേസമയം ജെയിംസും മാത്യുവും ആ സ്പിയറിന്റെ മുമ്പിലെത്തി. എന്നാൽ സെക്യൂരിറ്റീസ് അവരെ അകത്തേക്ക് കടത്തി വിടുന്നില്ല. ജെയിംസ് പറഞ്ഞു നോക്കി, ഞാൻ ഇവിടെ ഇതിനു മുമ്പ് വർക്ക് ചെയ്താന്നൊക്കെ. എന്നിട്ട് അവർ കേൾക്കുന്നില്ല. ഈ സമയത്താണ് ജെന്നിഫർ അങ്ങോട്ട് വരുന്നത്. ജെന്നിഫർ പറയുന്നത്, നീ എന്തിനാണ് ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കുന്നത്? നിനക്ക് അകത്തേക്ക് കയറാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം നിനക്ക് അറിഞ്ഞുകൂടായി. മെർക്കുറിയുടെ കാര്യം പറയാനാണ് നീ വന്നിരിക്കുന്നതെങ്കിൽ ആ കാര്യം ഞങ്ങൾ നേരത്തെ അറിഞ്ഞു. അവൾ അത് പറഞ്ഞപ്പോൾ ജെയിംസ് പറയുന്നത്, നീ മെർക്കുറിയുടെ എന്ത് കാര്യം അറിഞ്ഞു എന്നാ പറയുന്നത്? അത് മാഗ്നറ്റൈസ് ആയ കാര്യം അറിഞ്ഞോ? ജെയിംസ് അത് പറഞ്ഞപ്പം മാത്യു ആ കഷ്ണം പൊക്കി കാണിച്ചു കൊടുത്തു. അതും കൂടെ കണ്ടപ്പം എന്നാൽ ആ കഷ്ണമായിട്ട് നീ മാത്രം അകത്തേക്ക് വന്നും പറഞ്ഞിട്ട് ജെന്നിഫർ ഇപ്പോൾ ജെയിംസിനെ അകത്തേക്ക് വിളിച്ചുകൊണ്ടുപോയി. അങ്ങനെ അവർ രണ്ടുപേരും നേരെ പോകുന്നത് ആ എഡ്വേർഡിന്റെ അടുത്തേക്കാണ്. ഇപ്പൊ ജെയിംസ് അങ്ങോട്ട് കയറി ചെന്ന് അയാൾക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്നാൽ ജെയിംസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കഷ്ണം എടുത്തിട്ട് അയാളുടെ ടേബിളിലേക്ക് വെച്ചു. എന്നിട്ട് അതിന്റെ അടുത്തായിട്ട് ഒരു പെന്നും നീക്കി വെച്ചു. അതിനെ തുടർന്ന് പെൻ അതിലേക്ക് അട്രാക്ട് ആയി. അത് കാണുമ്പോൾ കൊള്ളാലോ, അടിപൊളി ട്രിക്ക്. ഇതുകൊണ്ട് എന്താണ് പ്രശ്നം? ഒരു പുച്ഛത്തോടെയാണ് എഡ്വേർഡ് ആ കാര്യം ചോദിച്ചത്. അതേക്കുന്ന ജെയിംസ് പറയുന്നത്, ഇത് സാധാരണ ഒരു കല്ലല്ല, ഇത് മെർക്കുറിയുടെ ഒരു കഷ്ണമാണ്. ഇതിന് നല്ല രീതിയിൽ കാന്തിക ശക്തിയുണ്ട്. മെർക്കുറി ഇപ്പൊ അതിന്റെ ഓർബിറ്റിലല്ല, അത് അവിടുന്ന് തെറിച്ചുപോയി. അതുകൊണ്ട് അതിന്റെ സഞ്ചാരപഥം റീകാൽക്കുലേറ്റ് ചെയ്യണം. മെർക്കുറിക്ക് ഇപ്പൊ നല്ല കാന്തിക ശക്തി ഉള്ളത് കൊണ്ട് അത് വെച്ചിട്ട് വേണം അത് റീകാൽക്കുലേറ്റ് ചെയ്യാൻ. ജെയിംസ് അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പം, അല്ല എന്താണ് നീ പറഞ്ഞു വരുന്നത്? എനിക്ക് മനസ്സിലായില്ല. വിശദമാക്കി തരാം. സൂര്യനിൽ നിന്ന് ശക്തമായ ഒരു മാഗ്നറ്റാർ വേവ് മെർക്കുറിയിലേക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് മെർക്കുറി ഇപ്പം എക്സ്ട്രീംലി മാഗ്നറ്റൈസ് ആയിരിക്കുകയാണ്. അതുകൊണ്ട് അതിപ്പോ ഭൂമിയുടെ അടുത്താണെങ്കിൽ ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് അട്രാക്ട് ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ രണ്ടും കൂടെ കൂട്ടിയിടിക്കും. പിന്നെ എന്താണ് സംഭവിക്കാന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിന്റെ സഞ്ചാരപഥം റീകാൽക്കുലേറ്റ് ചെയ്യും. ജെയിംസ് അത് പറഞ്ഞു കഴിഞ്ഞപ്പം എഡ്വേർഡ് ഇപ്പൊ ജെന്നിഫറിനെ നോക്കി. അവളത് ശരിവയ്ക്കാണ്. അതിനെ തുടർന്ന് പെട്ടെന്ന് തന്നെ ഒരു മീറ്റിംഗ് കൂടി. അവരിപ്പോ മെർക്കുറിയുടെ സഞ്ചാരപഥമാണ് ചെക്ക് ചെയ്യുന്നത്. അത് പരിശോധിച്ചതിൽ നിന്നും ജെയിംസ് പറഞ്ഞ കാര്യം ശരിയാണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. മെർക്കുറി ഇപ്പൊ ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ലോക്കായിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ വേഗത്തിൽ അത് ഭൂമി ഇടിക്കാനായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കൂട്ടിയിടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലോകാവസാനം സംഭവിക്കും. 18 മണിക്കൂറാണ് അവർക്ക് സമയമുള്ളത്. ആ കാര്യങ്ങളൊക്കെ ജെന്നിഫർ പറയുമ്പോൾ എഡ്വേർഡ് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ ഉടനെ തന്നെ നമ്മുടെ ഓപ്പറേഷൻ റീകോഴ്സ് ആരംഭിക്കും. ഈ ഓപ്പറേഷൻ റീകോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് മിസൈൽസ് ആണ്.
ആ മിസൈലുകളൊക്കെ മെർക്കുറിക്ക് നേരെ അയക്കാനാണ് എഡ്വേർഡ് ഇപ്പോൾ പറയുന്നത്. എന്നാൽ അതേക്കുന്ന ജെയിംസ് പറയുന്നത് ഓപ്പറേഷൻ റീകോഴ്സ് ഇവിടെ വർക്കാവത്തില്ല, നിങ്ങളുടെ ഈ മിസൈൽസ് ഉപയോഗിച്ചിട്ടൊന്നും ഒരു പ്ലാനറ്റിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് ജെയിംസ് പറയുന്നത്. അതേക്കുമ്പോൾ ഞങ്ങൾ ആ മിസൈൽസ് വെച്ചിട്ട് പ്ലാനറ്റ് നശിപ്പിക്കാനല്ല ജെയിംസ് പോകുന്നത്, ആ മിസൈൽസ് മെർക്കുറിക്ക് നേരെ പ്രയോഗിച്ചു കഴിഞ്ഞാൽ മെർക്കുറിയുടെ തൊട്ട് മുമ്പിൽ വെച്ചിട്ട് അത് പൊട്ടിത്തെറിക്കും. ആ ഒരു ശക്തിയിൽ അതിന്റെ സഞ്ചാരപഥ മാറിപ്പോകും. അപ്പൊ പിന്നെ അത് ഭൂമിയിലേക്ക് വന്ന് ഇടിക്കുന്നുള്ള കാര്യത്തിൽ പേടി വേണ്ട എന്നാണ് എഡ്വേർഡ് പറയുന്നത്. എന്നാൽ ജെയിംസ് സമ്മതിക്കുന്നില്ല. ആ മിസൈൽസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, പക്ഷെ അത് ഇതുപോലത്തെ ഒരു പ്ലാനറ്റിന്റെ മുമ്പിലൊന്നും വർക്കാവത്തില്ല, അത് ചെറിയ ഉൽക്കകളിലൊക്കെ പ്രയോഗിച്ചിട്ടേ കാര്യമുള്ളൂ എന്നാണ് ജെയിംസ് പറയുന്നത്. എന്നാൽ അതൊന്നും കേൾക്കാതെ എഡ്വേർഡ് വെളിയിലേക്ക് ഇറങ്ങി. എന്നാൽ ജെയിംസ് വിടുന്നില്ല, അവനും അയാളുടെ പുറകെ പോയി. എന്നിട്ട് അവൻ പറയുന്നത്, നോക്ക് എഡ്വേർഡ്, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്, എന്തുകൊണ്ട് നമുക്ക് പ്രൊജക്ട് 7 ഉപയോഗിച്ചുകൂടാ? ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതേക്കുമ്പോൾ നീ കണ്ടുപിടിച്ച പ്രൊജക്ട് 7ന്റെ കാര്യമാണോ പറയുന്നത്? അത് ഒരിക്കൽ പോലും ടെസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ, മാത്രമല്ല അതിന്റെ സോഫ്റ്റ്വെയർ മൊത്തം കംപ്ലൈന്റ് ആണ്, അതൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. പറ്റൂ എഡ്വേർഡ്, അതിന്റെ സോഫ്റ്റ്വെയർ എനിക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും, ഇത്രയും കാലം ഞാൻ അതിന്റെ പണിയിൽ തന്നെയായിരുന്നു. അവൻ അങ്ങനെ പറഞ്ഞപ്പം അയാൾക്ക് ശരിക്കും ദേഷ്യം വന്നു. പ്രൊജക്ട് 7 കണ്ടുപിടിച്ച നീയൊക്കെ ആയിരിക്കാം, പക്ഷെ അത് ഗവൺമെന്റ് പ്രോപ്പർട്ടിയാണ്, നീ ആരോട് ചോദിച്ചിട്ടാണ് അതിൽ പണിയാൻ നിൽക്കുന്നത്? ഈ ഒരൊറ്റ കാരണം മതി നിന്നെ ജയിലിലടയ്ക്കാൻ എന്നും പറഞ്ഞിട്ട് അയാൾ പോകാൻ തുടങ്ങി. എന്നാൽ ഈ സമയം നിൽക്കുന്നും പറഞ്ഞിട്ട് അവൻ അയാളുടെ നെഞ്ചിൽ കൈവച്ചു. അത് മറ്റൊന്നിനുമല്ല, അയാളുടെ ID കാർഡ് അടിച്ചു മാറ്റാനാണ്. അത് അയാൾ അറിഞ്ഞതുമില്ല. ഇപ്പൊ ജെയിംസ് പറയുന്നത്, ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്ക്, അതിന്റെ സോഫ്റ്റ്വെയർ എനിക്ക് ശരിയാക്കാൻ പറ്റും, എനിക്ക് കുറച്ച് സമയം തന്നാൽ മതി. ഇല്ല ജെയിംസ്, അതിനുള്ള സമയം നമുക്കില്ല, 30 മിനിറ്റിനകം മിസൈൽ ലോഞ്ച് ചെയ്തേ പറ്റൂ എന്നും പറഞ്ഞിട്ട് എഡ്വേർഡ് അവിടെ പോയി. ഈ സമയം തന്നെ ക്രിസ്റ്റഫറും റോക്കും ജെയിംസിന്റെ വീട് അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ജെയിംസ് ആ ബിൽഡിംഗിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി. അവനിപ്പോൾ മാത്യുവിനോട് പറയുന്നത്, നമുക്ക് വേഗം വീട്ടിൽ ചെന്ന് ആ പ്രൊജക്ട് 7 അപ്ഡേറ്റ് ചെയ്യണം, എന്നിട്ട് വേഗം തന്നെ അത് ഓൺലൈനാക്കണം, ഇനിയിപ്പോൾ അത് മാത്രമേ നമ്മുടെ രക്ഷയ്ക്കുള്ളൂ, അതുകൊണ്ട് നീ വേഗം വന്നതെന്നും പറഞ്ഞിട്ട് അവരവരുടെ വണ്ടിയിലേക്ക് കയറി. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ക്രിസ്റ്റഫറും ബ്രോക്കും ഇപ്പൊ ജെയിംസിന്റെ വീട്ടിലേക്ക് എത്തി. എന്നാൽ അവിടെ ആരും ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ വാതിൽ മുട്ടിയിട്ട് ആരും തുറക്കുന്നില്ല. ഈ സമയം ജെയിംസും മാത്യുവും ജെയിംസിന്റെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പെട്ടെന്നാണ് അവരുടെ വണ്ടിയുടെ കൺട്രോൾ പോകുന്നത്. അതാരോ പിടിച്ചു വലിക്കുന്ന പോലെ. എത്ര ശ്രമിച്ചിട്ടും ജെയിംസിന്റെ വണ്ടിയുടെ കൺട്രോൾ കിട്ടുന്നില്ല. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് അവൻ അവിടെ വണ്ടി നിർത്തി. എന്നാൽ ഈ സമയത്താണ് പുറത്ത് അവർ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കാണുന്നത്. അവർ വെളിയിലേക്ക് ഇറങ്ങി നോക്കുമ്പോൾ സിറ്റിയിലെ വാഹനങ്ങളൊക്കെ ആകാശത്തേക്ക് ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. മുഴുവൻ മെറ്റലിന്റെ സാധനങ്ങളാണ് പൊങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നും അത് ആ മെർക്കുറിയുടെ കാന്തിക ശക്തി കാരണമാണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. ഈ സമയത്തിന് എഡ്വേർഡും ജെന്നിഫറും കൂടെ ഒരു മീറ്റിംഗിലാണ് ആ മിസൈൽ ലോഞ്ച് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്. അവർക്കത് പെട്ടെന്ന് എടുത്ത് അങ്ങോട്ട് പ്രയോഗിക്കാൻ പറ്റത്തില്ല. അത് അധികം നേരത്തെ ആവാനും പാടില്ല, അധികം വൈകാനും പാടില്ല. മെർക്കുറി ഭൂമിയുടെ തൊട്ടടുത്തേക്ക് എത്തുന്ന ഒരു പ്രത്യേക സമയത്ത് മാത്രമേ അവർക്ക് ആ മിസൈൽ പ്രയോഗിക്കാൻ പറ്റുള്ളൂ. അതിനെക്കുറിച്ചാണ് അവരിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്നാൽ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ജെന്നിഫർ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. എഡ്വേർഡിന്റെ കോട്ടിൽ അയാൾ ID കാർഡ് കാണുന്നില്ല. അവൾ അതിനെക്കുറിച്ച് ചോദിക്കുകയും ചെയ്തു. അവളത് പറഞ്ഞപ്പോഴാണ് അയാൾ അത് ശ്രദ്ധിച്ചത്. അപ്പൊ ജെയിംസ് അത് അടിച്ചു മാറ്റി എന്ന കാര്യമൊക്കെ മനസ്സിലായി. അതുകൊണ്ട് ഉടനെ അവനെ കണ്ടുപിടിക്കാനാണ് അയാൾ ജെന്നിഫറിനോട് പറയുന്നത്. ഈ സമയം തന്നെ വീട്ടിൽ ആരും ഇല്ലാത്തതുകൊണ്ട് ക്രിസ്റ്റഫറും ബ്രോക്കും കൂടെ പുറകിലത്തെ ഡോർ വഴി ജെയിംസിന്റെ വീടിന്റെ അകത്ത് കയറി. എന്നിട്ട് അവന്റെ കമ്പ്യൂട്ടർ ഓൺ ആക്കി നോക്കുമ്പോൾ ആ പ്രൊജക്ട് 7ന്റെ വിൻഡോ ആണ് ഓപ്പൺ ആയിരിക്കുന്നത്. ഈ പ്രൊജക്ട് 7 എന്താണെന്നൊന്നും ഈ ക്രിസ്റ്റഫറിന് മനസ്സിലായിട്ടില്ല. അതൊരു വെപ്പണാണ് എന്ന കാര്യം മാത്രം അറിയാം. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ അവൻ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ജെയിംസും മാത്യു അങ്ങോട്ട് വരുന്നത്. ക്രിസ്റ്റഫറിനെയും ബ്രൂക്കിനെയും കണ്ടപ്പോൾ, നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്തിനാണ് ഇതിനകത്തേക്ക് കയറിയിരിക്കുന്നത് എന്നൊക്കെ ജെയിംസ് ചോദിച്ചു. അതേക്കുമ്പോൾ, ഞങ്ങൾ നിങ്ങളുടെ ഭാര്യ പറഞ്ഞിട്ട് വന്നിരിക്കുകയാണ് എന്നും പറഞ്ഞിട്ട് ക്രിസ്റ്റഫർ വേഗം അവന്റെ ആ വയർലെസ് സെറ്റ് എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് അവർ പെട്ടെന്ന് തന്നെ വിക്ടോറിയയുമായിട്ട് കണക്ട് ചെയ്യാണ്. അങ്ങനെ ജെയിംസ് വിക്ടോറിയയും തമ്മിൽ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. വിക്ടോറിയ അവർക്ക് സംഭവിച്ച കാര്യങ്ങളും ജെയിംസ് ഇവിടെ ഭൂമിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളും എല്ലാം പരസ്പരം ഷെയർ ചെയ്തു. അപ്പൊ മെർക്കുറി മാഗ്നറ്റൈസ് ആയതുകൊണ്ടാണ് അവൾ അവിടെ പെട്ടിരിക്കുന്നതെന്ന് മനസ്സിലാവുമ്പോൾ അവൾ പറയുന്നത്, അങ്ങനെയാണെങ്കിൽ ഈ മാഗ്നറ്റൈസ് ആയത് വെച്ചിട്ട് എനിക്ക് എന്റെ ഷിപ്പിലെ കാര്യങ്ങളൊക്കെ റീസെറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെ വരുമ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ ഭൂമിയിലേക്ക് തിരിച്ചു വരാനും പറ്റും എന്നാണ് വിക്ടോറിയ പറയുന്നത്. അതേക്കുമ്പോൾ പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്, മെർക്കുറി ഇപ്പൊ ഭൂമിക്ക് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ്, ഉടനെ തന്നെ അത് ഭൂമിയിലേക്ക് വന്നിടിക്കും. ഇനി അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ പ്രൊജക്ട് 7 മാത്രമാണ് നമ്മുടെ മുമ്പിൽ ആകെയുള്ള വഴി, ഞാനത് പ്രയോഗിക്കാൻ പോവാണ്, പക്ഷെ അതിനു മുമ്പ് നീ അവിടുന്ന് രക്ഷപ്പെടണം എന്നാണ് ജെയിംസ് പറയുന്നത്. അവൻ അത്രയും കാര്യം പറഞ്ഞു കഴിയുമ്പോഴാണ് വിക്ടോറിയക്ക് ഒരു ഐഡിയ തോന്നുന്നത്. അവള് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, മെർക്കുറി എന്റെ ഷിപ്പിനെ പിടിച്ച് വലിക്കട്ടെ, അതിന്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിന്റെ ആ കാന്തിക ശക്തി ഉപയോഗിച്ച് എനിക്ക് മെർക്കുറിയിൽ ഒരു സ്ലിംഗ് ഷോട്ട് അടിക്കാൻ പറ്റും, അങ്ങനെ വരുമ്പോൾ മെർക്കുറിയെ ചുറ്റിക്കറങ്ങി എനിക്ക് ഭൂമിയിലേക്ക് തിരിച്ചു വരാം. അവൾ അത് പറഞ്ഞപ്പം മാത്യുവിന് അത് നല്ലൊരു ഐഡിയ ആണ് തോന്നി. പക്ഷെ അതൊരു സൂയിസൈഡ് മിഷൻ ആണ്, എങ്കിലും അതല്ലാതെ മറ്റൊരു നിവൃത്തിയില്ല. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ അവർ ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോഴേക്കും ക്രിസ്റ്റഫറിന്റെ ആ വയർലെസ് സെറ്റ് അടിച്ചുപോയി. ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അതും ശരിയാക്കി എടുക്കണം. അതിനെക്കുറിച്ച് അവർ ഡിസ്കസ് ചെയ്യുമ്പോഴാണ് ജെയിംസിന്റെ കമ്പ്യൂട്ടറിൽ അലേർട്ട് വരുന്നത്. അവരങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ ആ പ്രൊജക്ട് 7ന്റെ ഗൈഡൻസ് സിസ്റ്റം ഒക്കെ ഡാമേജ് ആയി, അതിനിപ്പോൾ അവിടെ ഇരുന്ന് ശരിയാക്കാൻ പറ്റത്തില്ല. ആ കാര്യം ജെയിംസ് പറയുമ്പോൾ മാത്യു പറയുന്നത്, ആ ഗൈഡൻസ് സിസ്റ്റം റെഡിയാക്കാൻ ഒരു വഴിയുണ്ട്. വിക്ടോറിയയ്ക്ക് അവളുടെ ഷിപ്പുമായിട്ട് ആ പ്രൊജക്ട് 7 എന്ന ആസ്ട്രോയിഡിന്റെ അടുത്തേക്ക് പോകാൻ പറ്റിക്കഴിഞ്ഞാൽ, അവളുടെ ഷിപ്പിൽ നിന്നും പ്രൊജക്ട് 7ന്റെ സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ആ പ്രൊജക്ട് 7 ആസ്ട്രോയിഡിനെ നമുക്ക് മെർക്കുറിയുടെ നേർക്ക് പറഞ്ഞുവിടാൻ പറ്റും. അവൻ അത് പറയുമ്പോൾ അത് നല്ലൊരു ഐഡിയ ആണ്, പക്ഷേ ഈ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിലും പ്രൊജക്ട് 7ന്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യണം, അതിന് നമുക്ക് സ്ഫിയറിലേക്ക് പോയേ പറ്റൂ എന്നും പറഞ്ഞിട്ട് ആ പ്രൊജക്ട് 7ന്റെ ഡാറ്റയൊക്കെ അവനൊരു ഹാർഡ് ഡിസ്കിലേക്ക് കോപ്പി ചെയ്യാൻ തുടങ്ങി.
എന്നാൽ അത് മുഴുവൻ കോപ്പിയായി കഴിഞ്ഞപ്പോഴാണ് അവിടുത്തെ ട്രാൻസ്ഫോമർ അടിച്ചു പോകുന്നത്. അതിനെ തുടർന്ന് ആ കമ്പ്യൂട്ടറും കത്തിപ്പോയി. എങ്കിലും ആ ഫയൽസൊക്കെ അവർക്ക് കോപ്പിയായി കിട്ടി. അങ്ങനെ വേഗം തന്നെ രണ്ട് ടീമും രണ്ടു വഴിക്ക് പിരിഞ്ഞു. ക്രിസ്റ്റഫറിനും ബ്രൂക്കിനും അവരുടെ ആ വയർലെസ് സിസ്റ്റം ഓണാക്കണം, അതിനൊരു റേഡിയോ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി പഴയ ഒരു എയർ സ്ട്രിപ്പിലേക്കാണ് അവർ രണ്ടുപേരും പോകുന്നത്. ജെയിംസും മാത്യുവും നേരെ സ്ഫിയറിലേക്കും. അങ്ങനെ വേഗം തന്നെ ക്രിസ്റ്റഫർ ബ്രൂക്കും ആ പഴയ എയർ സ്ട്രിപ്പിനടുത്തേക്ക് എത്തി. എന്നാൽ അവിടെ നോക്കുമ്പോൾ അവിടെ ഒന്നും ആരും ഉണ്ടായിരുന്നില്ല. അവിടെ പല റൂമുകളുണ്ട്. അവരതിലൊക്കെ പോയി മുട്ടി. എന്നാൽ ആരും വാതിൽ ഓർക്കുന്നില്ല. അങ്ങനെ അന്വേഷിച്ച് അവരിപ്പോൾ ഒരു റൂമിന്റെ അകത്തേക്ക് കയറി. നോക്കുമ്പോൾ അതിനകത്തൊരു വിമാനം ഇരിക്കുന്നു. എന്നാൽ അതിന്റെ അടുത്തേക്ക് നടക്കുമ്പോൾ അവിടെ മൊത്തം കുലുങ്ങാൻ തുടങ്ങി. ഈ സമയം തന്നെ വിക്ടോറിയ ആണെങ്കിൽ അവളുടെ ആ സ്പേസ് ഷിപ്പ് ഇപ്പൊ ബുധന് നേരെ പുറത്താണ്. അങ്ങനെ ആ കുലുക്കമൊക്കെ അവസാനിച്ചതിന് ശേഷം ക്രിസ്റ്റഫറും ബ്രൂക്കും ആ വിമാനത്തിന്റെ അകത്ത് കയറി. ആ വിമാനത്തിനുള്ളിൽ ഒരു സാധനം വെച്ച് അവരുടെ വയർലെസ് ഒക്കെ ശരിയാക്കി. അതുമായിട്ട് വെളിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ആ വിമാനത്തിന്റെ ഓണർ അങ്ങോട്ട് വരുന്നത്. അയാളുടെ കയ്യിൽ ഒരു തോക്കുണ്ട്. അയാൾ പറയുന്നത് ആ വയർലെസ് സെറ്റ് മൊത്തം അവിടെ വെച്ചിട്ട് പോകാനാണ്. അയാൾ വിടുന്നില്ല എന്ന് മനസ്സിലാവുമ്പോൾ ക്രിസ്റ്റഫർ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ഒരു ഷെൽഫ് അയാളുടെ പുറത്തേക്ക് മറിച്ചിട്ടു. വേഗം തന്നെ വെളിയിലേക്ക് ഓടി. ഈ സമയം ജെയിംസും മാത്യുവും സ്ഫിയറിന്റെ വെളിയിലെത്തി. ജെയിംസിന്റെ കയ്യിൽ ആ എഡ്വേർഡിന്റെ ID കാർഡ് ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചിട്ട് അതിന്റെ ഉള്ളിലേക്ക് കയറാം എന്നാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിന്റെ ഉള്ളിലേക്ക് കയറിയതും സെക്യൂരിറ്റി അവർ പിടിച്ചു. അവസാനം അവർക്ക് ആ സെക്യൂരിറ്റിയുമായിട്ട് ഫൈറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ആ ഫൈറ്റിനൊടുവിൽ ജെയിംസ് ഇപ്പൊ സെക്യൂരിറ്റിയുടെ കയ്യിൽ നിന്നും ആ തോക്കിങ് തട്ടിയെടുത്തു. ഇതേസമയം തന്നെ ക്രിസ്റ്റഫറും ബ്രൂക്കും ആ ബിൽഡിംഗിൽ നിന്ന് വെളിയിലേക്ക് ഓടി. എന്നാൽ ഈ സമയത്താണ് ആ ഓണർ ആ തോക്കുമായിട്ട് അവരുടെ പുറകെ വരുന്നത്. അയാളിങ്ങനെ തുരുതുര വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്റ്റഫറും ബ്രൂക്കും ആണെങ്കിൽ അവിടേക്ക് ഇങ്ങനെ മറഞ്ഞിരുന്നു. അയാൾ അവർ വിടുന്ന ഭാവമില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പോഴാണ് പെട്ടെന്ന് മുകളിൽ നിന്നൊരു കാർ വന്നിട്ട് അയാളുടെ മേലേക്ക് വീഴുന്നത്. അതോടുകൂടി അയാൾ മരിച്ചു. ഈ ഒരു അവസരത്തിൽ ക്രിസ്റ്റഫറും ബ്രൂക്കും അവരുടെ വണ്ടി എടുത്തിട്ട് വേഗം അവിടുന്ന് പോയി. എന്നാൽ അവരുടെ വണ്ടി അവിടെ നിന്ന് എടുത്തു കഴിഞ്ഞതും പിന്നെയും രണ്ട് കാറുകൾ താഴേക്ക് വന്ന് വീണു. ഭാഗ്യത്തിന് അവർക്ക് കുഴപ്പമൊന്നും പറ്റിയില്ല. ഇതേസമയം തന്നെ ജെയിംസും മാത്യുവും ആ സ്ഫിയറിന്റെ അകത്തേക്ക് എത്തി. ആരും കാണാതെ അവരവിടെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്കിനി പോകേണ്ടത് ഫാൾബാക്ക് ഫെസിലിറ്റി എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. അതിന്റെ ഒരു റൂട്ട് മാപ്പാണ് അവരവിടെ പരിശോധിക്കുന്നത്. കുറെ നേരത്തെ പരിശോധനയ്ക്ക് ശേഷം ജെയിംസിന് ആ റൂട്ട് മാപ്പ് കിട്ടി. അവൻ അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു സെക്യൂരിറ്റി അങ്ങോട്ട് വന്ന ഉടനെ തന്നെ അയാൾ ജെയിംസിനെ പിടിച്ചു. പിന്നീട് കാണിക്കുന്നത് അവർ തമ്മിലുള്ള ഒരു ഫൈറ്റ് ആണ്. അങ്ങനെ ആ ഫൈറ്റിന്റെ ഇടയിൽ മാത്യു പുറകിലൂടെ വന്നിട്ട് ആ സെക്യൂരിറ്റി അടിച്ചു വീഴ്ത്തി. വേഗം തന്നെ അവരവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. കാറിന്റെ അടുത്തേക്ക് ചെന്നതിന് ശേഷം അവർ വിളിക്കുന്നത് ക്രിസ്റ്റഫറിനെയും ബ്രൂക്കിനെയാണ്. എവിടേക്കാണ് വരേണ്ടത് എന്ന സ്ഥലവും പറഞ്ഞു കൊടുത്തു. ഈ സമയം തന്നെ ആ എഡ്വേർഡ് ഇപ്പം ജെന്നിഫറിന്റെ അടുത്തേക്ക് വന്നു. ഇത്രയും സമയം അയാൾ വളരെ അഹങ്കാരത്തോടെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പം ലോകം അവസാനിക്കാൻ പോവാണെന്ന് പറഞ്ഞപ്പം അയാൾ നടങ്ങിയിട്ടുണ്ട്. അതോട് വളരെ സൗമ്യനായിട്ടാണ് അയാൾ ജെന്നിഫറിനോട് കാര്യം പറയുന്നത്. നോക്ക് ജെന്നിഫർ, നീ വേഗം ഒരാളെയും കൂട്ടി നമ്മുടെ ഫാൾബാക്ക് ഫെസിലിറ്റിയിലേക്ക് ചെല്ല്. ഇവിടെ ചിലപ്പോൾ കറണ്ട് പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ആ മിസൈൽ ലോഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ കറണ്ട് എങ്ങനെ പോവുകയാണെങ്കിൽ ഞാൻ നിന്നെ അവിടേക്ക് വിളിച്ചു പറയാം. അപ്പൊ അവിടുന്ന് നിനക്ക് മിസൈൽ ലോഞ്ച് ചെയ്യാൻ പറ്റും എന്നാണ് അയാൾ പറയുന്നത്. ജെന്നിഫർ അതിനെ സമ്മതിക്കുകയും ചെയ്തു. ഇതേസമയം ജെയിംസും മാത്യുവും അവരുടെ കാറിൽ ആ ഫാൾബാക്ക് ഫെസിലിറ്റിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പം അവിടെ ഒരു കാർ ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്ന കണ്ടു. മാത്രമല്ല അതിന് മുമ്പിലായിട്ട് ഒരാളും ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ വേഗം വണ്ടി നിർത്തി മാത്യു അയാളെ സഹായിക്കാൻ വേണ്ടി അയാളുടെ അടുത്തേക്ക് പോയി. എന്നാൽ അയാൾ അവനെ അവിടുന്ന് എഴുന്നേപ്പിച്ചതും അയാളുടെ സ്വഭാവം മാറി. അയാളിപ്പോൾ ഒരു കത്തി എടുത്ത് മാത്യുവിന്റെ കഴുത്തിൽ വെച്ചിരിക്കുകയാണ്. അയാൾ ആവശ്യപ്പെടുന്നത് അവരുടെ കാറാണ്. മറ്റൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് ജെയിംസ് അതിന് സമ്മതിച്ചു. അതിനെ തുടർന്ന് അയാൾ അവരുടെ കാറും എടുത്തിട്ട് തിരിച്ചുപോയി. ഇതൊക്കെ കണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് മറ്റൊരു കാര്യം സംഭവിച്ചത്. അപ്പൊ അയാൾ ഓടിച്ചുകൊണ്ട് പോയ അവരുടെ കാറും മറ്റൊരു കാറും മുകളിലേക്ക് ഉയർന്നുപോയി. അത് നോക്കി നിൽക്കുമ്പോഴാണ് നേരത്തെ അവിടെ ബ്രേക്ക് ഡൗൺ ആയി കിടന്ന കാറുണ്ടല്ലോ, അത് അവിടുന്ന് തെറിച്ച് നേരെ മാത്യുവിന്റെ ദേഹത്തേക്ക് വന്ന് അതിപ്പോ അവനെ ഇടിച്ചുകൊണ്ട് നേരെ മുകളിലേക്ക് തെറിച്ചുപോയി. അതോടുകൂടെ മാത്യുവിന്റെ പണി തീർന്നു. ഈ സമയം വിക്ടോറിയ ആണെങ്കിൽ അവിടെ ആ സ്പേസ്ഷിപ്പുമായിട്ട് മെർക്കുറിക്ക് ഇങ്ങനെ ചുറ്റും കറങ്ങാനുള്ള ശ്രമത്തിലാണ്. മെർക്കുറിയിൽ നിന്നും ഒരുപാട് കഷ്ണങ്ങൾ ഇങ്ങനെ തെറിച്ചു പോകുന്നുണ്ട്. അതിനിടയിൽ കൂടെയാണ് വളരെ കഷ്ടപ്പെട്ടിട്ട് അവൾ ആ സ്പേസ്ഷിപ്പ് ഓടിക്കുന്നത്. ഈ സമയം തന്നെ മറ്റു വണ്ടികളൊന്നും കിട്ടാത്തതുകൊണ്ട് ജെയിംസ് അവിടുത്തെ റോഡിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ക്രിസ്റ്റഫറും ബ്രൂക്കും അവരുടെ കാറിൽ അങ്ങോട്ട് വന്നത്. ജെയിംസിനെ കണ്ടപ്പോൾ ഒരു വണ്ടി നിർത്തി. ആദ്യം അവർ ചോദിക്കുന്നത് മാത്യു എവിടെയെന്നാണ്. അതേക്കുമ്പോൾ അതൊക്കെ ഞാൻ പിന്നെ പറയാം, നിങ്ങൾ വേഗം വണ്ടി എടുത്തേ എന്നും പറഞ്ഞിട്ട് ജെയിംസ് ആ വണ്ടിയിലേക്ക് കയറി. ഇതേസമയം വിക്ടോറിയ ആണെങ്കിൽ വളരെ കഷ്ടപ്പെട്ട് മെർക്കുറിയെ സ്ലിംഗ് ഷോട്ട് അടിച്ച് ഇപ്പൊ അതിന്റെ ഓർബിറ്റിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഇപ്പൊ അവള് നേരെ ഭൂമിയിലേക്കാണ് പോകുന്നത്. വിൻഡോയിലൂടെ നോക്കുമ്പോൾ അവക്ക് ഭൂമി കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവക്ക് ഭയങ്കര സന്തോഷമായി. ഈ സമയം ജെയിംസും കൂട്ടരും അവരുടെ കാറിൽ മറ്റൊരു സ്ഥലത്തേക്ക് എത്തി. എന്നാൽ കാർ ഇനിയും മുന്നോട്ട് പോകത്തില്ല. അവിടെ ഒരു ട്രെയിൻ മറിഞ്ഞു കിടക്കാണ്. അതുകൊണ്ട് ഇനി അവർക്ക് നടന്നു പോയേ പറ്റൂ. ഈ സമയമാകുമ്പോഴേക്ക് എഡ്വേർഡും കൂട്ടരും ആ മിസൈൽ ലോഞ്ച് ചെയ്തു. 4-5 എണ്ണം ഉണ്ട്. എന്നാൽ ആ മിസൈലുകൾ സ്പേസിലേക്ക് എത്തിക്കഴിഞ്ഞപ്പം അവർ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളും നടന്നത്. മെർക്കുറിയുടെ കാന്തിക ശക്തി കാരണം അത് മെർക്കുറിയിൽ ചെന്ന് ഇടിക്കുമ്പോഴേക്കും അതെല്ലാം സ്പേസിൽ വെച്ച് പൊട്ടിത്തെറിച്ചു. ഒരെണ്ണം പോലും ബാക്കിയില്ല. ഇതൊക്കെ കണ്ട അവർക്കാണെങ്കിൽ എന്ത് ചെയ്യണം എന്നൊരു ഐഡിയ ഇല്ല. ലോകാവസാനം അത് അവർ ഉറപ്പാക്കി കഴിഞ്ഞു. ഈ സമയം ജെയിംസും കൂട്ടരും ആ ഫെസിലിറ്റിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് അവരുടെ ആ വയർലെസ് സെറ്റിൽ വിക്ടോറിയ വിളിക്കുന്നത്. കോള് കണക്ട് ആയ ഉടനെ തന്നെ ജെയിംസ് ഇപ്പോൾ അവളുടെ അടുത്ത മിഷൻ പറഞ്ഞു കൊടുത്തു. അതായത് അവളുടെ സ്പേസ്ഷിപ്പുമായിട്ട് നേരെ ആ പ്രൊജക്ട് 7ലേക്ക് പോവാം. എന്നിട്ട് സ്പേസ്ഷിപ്പ് അതിലേക്ക് ഡോക്ക് ചെയ്യാം. അങ്ങനെ ഡോക്ക് ചെയ്തതിനു ശേഷം ആ പ്രൊജക്ട് 7 എന്ന് പറയുന്ന ഭീമൻ ആസ്ട്രോയിഡ് അവൾ മെർക്കുറിക്ക് നേരെ കൊണ്ടുപോകണം. അപ്പോഴേക്കും ജെയിംസ് ആ ഫാൾബാക്ക് ഫെസിലിറ്റിയിലേക്ക് ചെന്നിട്ട് അതിന്റെ സോഫ്റ്റ്വെയർ ഒക്കെ അപ്ഡേറ്റ് ചെയ്യും.
അങ്ങനെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൊജക്ട് 7ന്റെ ഷീൽഡ് വർക്ക് ആവാൻ തുടങ്ങും. അങ്ങനെ അത് വർക്കായതിനു ശേഷം അത് മെർക്കുറിയിൽ ചെന്ന് ഇടിച്ചു കഴിഞ്ഞാൽ മെർക്കുറി അവിടെ നിന്ന് തെറിച്ചു പോയിക്കോളും. പക്ഷെ അത് ഇടിക്കുന്നതിന് മുമ്പേ അവൾ അൺഡോക്ക് ചെയ്തിട്ട് അവളുടെ സ്പേസ്ഷിപ്പുമായിട്ട് ഭൂമിയിലേക്ക് തിരിച്ചു വരണം. ഇത്രയും കാര്യങ്ങളാണ് ജെയിംസ് ഇപ്പോൾ അവളോട് പറയുന്നത്. അവൾ അതിന് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ വയർലെസ് കട്ട് ചെയ്തതിനു ശേഷം അവർ നോക്കുമ്പോൾ ഒരു കാർ അങ്ങോട്ട് വരുന്നു. അവരതിന് കൈ കാണിച്ചു, പക്ഷെ അത് നിർത്തിയില്ല. എന്നാൽ അതിന്റെ പിന്നില് വേറൊരു കാർ വരുന്നുണ്ടായിരുന്നു. അതിനെ കൈ കാണിച്ചപ്പോൾ ആ വണ്ടി നിർത്തി. എന്നാൽ അവർ വിചാരിച്ച പോലെ ആയിരുന്നില്ല. ആ കാറിലുണ്ടായിരുന്നത് സ്പിയർലെസ് സെക്യൂരിറ്റീസ് ആയിരുന്നു. ഓൾറെഡി ആ എഡ്വേർഡിന്റെ ID കാർഡ് അടിച്ചു മാറ്റിയതുകൊണ്ട് അവർ ഈ ജെയിംസിനെ തപ്പി നടക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ജെയിംസിനും കൂട്ടർക്കും അവരുമായിട്ട് ഫൈറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ കുറച്ച് സമയത്ത് ഫൈറ്റിന് ശേഷം അമ്മമാരെ ഇടിച്ചു വീഴ്ത്തി അവരമ്മമാരെ ലോക്ക് ചെയ്തു. എന്നിട്ട് വേഗം തന്നെ അവരുടെ കാർ എടുത്തുകൊണ്ട് അവിടെ പോവുകയും ചെയ്തു. ഈ സമയം തന്നെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മെർക്കുറി ഇപ്പം ഭൂമിയുടെ തൊട്ടടുത്തേക്ക് എത്താനായി. സിറ്റിയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അവിടെ മൊത്തം ഇരുണ്ടു. മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന കാറുകളൊക്കെ മുകളിലേക്ക് തെറിച്ചു പോവാണ്. ചിലതൊക്കെ താഴേക്ക് ഒന്ന് വീഴുകയും ചെയ്യുന്നു. ആൾക്കാരൊക്കെ പേടിച്ച് പരക്കം പായാണ്. അതിലുള്ള സ്പിയറിന് മുമ്പിലും 2-3 കാറുകളൊക്കെ വന്നു വീണു. മാത്രമല്ല ഒരു വലിയ ട്രക്ക് ഇപ്പൊ അവരുടെ ഓഫീസിന്റെ മുകളിൽ ചെന്ന് വീണു. അതോടുകൂടെ ആ ബിൽഡിംഗ് പൊട്ടിത്തെറിച്ചിട്ട് അതിനകത്തുണ്ടായിരുന്ന എഡ്വേർഡും കൂട്ടരും മരിക്കുകയും ചെയ്തു. ഈ സമയം ജെയിംസും കൂട്ടരും അവരുടെ കാറിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പെട്ടെന്നാണ് കുറെ കാറുകൾ അവരുടെ മുന്നിലേക്ക് വന്ന് വീണത്. ജെയിംസ് വളരെ കഷ്ടപ്പെട്ട് വണ്ടി അവിടുന്ന് വെട്ടിച്ചു മാറ്റി. എന്നാൽ അധിക ദൂരം അവന് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോഴേക്കും ഒരു കാർ വന്നിട്ട് അവരുടെ വണ്ടിയുടെ മുമ്പിലേക്ക് വീണു. അങ്ങനെ കാർ മൊത്തം തകർന്നു. പക്ഷെ ഫ്രണ്ടിലിരുന്ന് ജെയിംസിനും ക്രിസ്റ്റഫറിനും ഒന്നും പറ്റിയില്ല. അവർ വേഗം തന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. എന്നാൽ നോക്കുമ്പോൾ പുറകിലിരിക്കുന്ന ബ്രൂക്ക് മരിച്ചു. അത് കണ്ട് ക്രിസ്റ്റഫറിന് ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷെ അധികം സമയം അവർക്ക് കളയാനില്ല. അതുകൊണ്ട് തന്നെ അവളുടെ ബോഡി അവിടെ വിട്ടിട്ട് അവരവിടെ നടക്കുകയാണ്. അങ്ങനെ കുറച്ച് നടന്ന് മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ സ്വിയറിന്റെ ഒരു കാർ അവിടെ കിടക്കുന്ന കണ്ടു. നോക്കിയപ്പോൾ അതിനകത്ത് ജെന്നിഫർ ആണ്. അവൾ ആ ഫാൾബാക്ക് ഫെസിലിറ്റിയിലേക്ക് പോകുന്ന വഴിയായിരുന്നു. പക്ഷെ താഴെ വീണ് അവളിപ്പോൾ മരിച്ചിരിക്കുകയാണ്. ഈ സമയം തന്നെ വിക്ടോറിയ ആണെങ്കിൽ അവിടെ ആ സ്പേസ്ഷിപ്പുമായിട്ട് ആ പ്രൊജക്ട് 7ന്റെ അടുത്തേക്ക് എത്തി. എന്നിട്ട് ജെയിംസ് പറഞ്ഞ പോലെ അവൾ ആ സ്പേസ്ഷിപ്പ് അതിലേക്ക് ഡോക്ക് ചെയ്യാണ്. അങ്ങനെ ഡോക്കിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവൾ വേഗം തന്നെ ജെയിംസിനെ വിളിച്ചു. ഈ സമയമ്പോഴേക്കും ജെയിംസ് ആണെങ്കിൽ ആ ഫെസിലിറ്റിയുടെ അടുത്തേക്ക് എത്തി. അവന്റെ കൂടെ ക്രിസ്റ്റഫറും ഉണ്ട്. എന്നാൽ അതിനിടയിലാണ് അവൻ ആ ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത്. ആകാശത്തേക്ക് നോക്കിയപ്പോൾ മെർക്കുറി ഇപ്പൊ ഭൂമിയിലേക്ക് അടുത്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ വേഗം തന്നെ ജെയിംസ് ആ കോൾ അറ്റൻഡ് ചെയ്തിട്ട് അവളുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു. നീ റെഡി ആയിരുന്നോ? ഞാൻ ഇപ്പൊ തന്നെ ആ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാൻ പോവാണെന്ന്. അങ്ങനെ ആ കോൾ ഡിസ്കണക്ട് ആയതിനു ശേഷം ജെന്നിഫർ വേഗം ആ പ്രൊജക്ട് 7ന്റെ ത്രസ്റ്റർ ഓൺ ആക്കി. അതിനെ തുറന്ന് അതിപ്പോ മെർക്കുറിയുടെ നേരെ പോകാൻ തുടങ്ങി. മെർക്കുറി ആണെങ്കിലോ അതിപ്പോ ഭൂമിയിലേക്ക് അടുത്തോണ്ടിരിക്കുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ ജെയിംസും ക്രിസ്റ്റഫറും ആ ഫെസിലിറ്റിക്ക് അകത്തേക്ക് എത്തി. ഈ സമയം അതിനകത്താണെങ്കിൽ ചില പൊട്ടിത്തെറികളൊക്കെ നടക്കുന്നുണ്ട്. എങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവൻ വേഗം അവിടുത്തെ കമ്പ്യൂട്ടറിന്റെ അടുത്തേക്ക് എത്തി. എന്നിട്ട് പെട്ടെന്ന് തന്നെ ആ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാണ്. അങ്ങനെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആയതും പ്രൊജക്ട് 7 എന്ന ഭീമൻ ആസ്ട്രോയിഡിൽ ഒരു ഷീൽഡ് ഓൺ ആയി. മാത്രമല്ല അതിപ്പോ മെർക്കുറിയുടെ തൊട്ടടുത്തേക്ക് എത്തുകയും ചെയ്തു. ഇനിയിപ്പോ വിക്ടോറിയ ഉടനെ തന്നെ അവളുടെ സ്പേസ്ഷിപ്പ് അൺഡോക്ക് ചെയ്യണം. അതിനുള്ള ശ്രമമാണ് അവൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൾ ആ സ്പേസ്ഷിപ്പ് അൺഡോക്ക് ചെയ്തു. അതോടുകൂടെ ആ പ്രൊജക്ട് 7 ചെന്ന് മെർക്കുറിയിലേക്ക് ഇടിച്ചിറങ്ങുകയും ചെയ്തു. അങ്ങനെ കൂട്ടിയിട്ട് കഴിഞ്ഞപ്പോഴേക്കും ജെയിംസും ക്രിസ്റ്റഫറും ആ ഫെസിലിറ്റിയുടെ പുറത്തേക്ക് എത്തി. അവരിപ്പോൾ ഒരു ബ്രിഡ്ജിന്റെ മുകളിലാണ്. മുകളിലേക്ക് നോക്കുമ്പോൾ മെർക്കുറി അവിടുന്ന് അകന്നു പോകുന്നതാണ് കണ്ടത്. അവരുടെ മിഷൻ സക്സസ് ആയിരിക്കുന്നു. അങ്ങനെ വേഗം തന്നെ ജെയിംസ് ആ വയർലെസ് സെറ്റ് എടുത്ത് വിക്ടോറിയെ വിളിച്ചു. അതിലൂടെ അവളുടെ ശബ്ദം ഒന്ന് കേട്ടപ്പോഴാണ് അവൻ ആശ്വാസമായത്. അവൾ ജീവനോടെ ഉണ്ടല്ലോ. അവനിപ്പോൾ അവളോട് പറയുന്നത്, ഇനി എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത്? നീ വേഗം താഴേക്ക് വാ. എന്ത് മനോഹരമായ കാഴ്ചയാണെന്ന് അറിയാം നിനക്ക് ഇവിടെ. അതേക്ക് അവള് പറയുന്നത്, അതിലും മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ജെയിംസ് ഞാനിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സംഭവം എന്താണ്? മെർക്കുറിയിൽ നിന്ന് തെറിച്ചുപോയ കുറെ കഷ്ണങ്ങളുണ്ടല്ലോ, അതെല്ലാം കൂടിച്ചേർന്ന് ഭൂമിക്ക് ചുറ്റും റിംഗ് ആയിട്ട് മാറിയിരിക്കുകയാണ്. ഇവിടെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതിയറിയിക്കാൻ മറക്കരുത്. പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പൊ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.